أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون والنهار والشمس والقمر لا تسجدوا للشمس ولا للقمر واسجدوا لله الذي خلقهن إن كنتم إياه تعبدون. രണ്ട് ഖുർആന്റെ വചനം. ഞാനൊരു കാര്യം പറയാം. ഈ ആയത്ത് നിങ്ങൾ കേട്ടല്ലോ. 22-ാം അധ്യായം സൂറത്ത് ഹജ്ജിലെ 18 ഞാൻ ആദ്യം ഓതി. രണ്ടാമത്തെ ഞാൻ ഓതിയത് 41-ാം അധ്യായത്തിലെ സൂറത്ത് ഫുസ്സിലത്തിലെ ഹാമീൻ സജദയിലെ 37-ാമത്തെ വചനം. ഇങ്ങനെ നിങ്ങൾക്ക് വേറൊരു ഉസ്താദ് എന്ന് കേൾക്കാൻ കഴിയൂല. അത് നിങ്ങൾ മനസ്സിലായിക്കോളി. ഇങ്ങനെ ഒരു ഉസ്താദ് നിങ്ങൾക്ക് ഈ ആയത്തൊന്നും ജീവിതത്തിൽ നിങ്ങളൊരു ഉസ്താദ് ഒന്നും ഇത് കേൾക്കൂല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നല്ല ഉറപ്പിൽ ഞാൻ പറയണേ. എല്ലാവരും പ്രസംഗവും കേൾക്കാറുണ്ട്. അതുകൊണ്ടാണ് പറയണേ. ഈ ആയത്തൊന്നും നിങ്ങൾക്ക് വേറൊരുത്തിൽ നിന്ന് കിട്ടൂല. ഇവിടെ കിട്ടുന്ന ആയത്തൊന്നും നിങ്ങൾക്ക് വേറൊരു പ്രസ്ഥാനത്ത് നിന്നിട്ട് കിട്ടൂല. അതെന്താ? ഞങ്ങൾക്ക് പ്രത്യേക ആയത്തുണ്ടോ? ഇല്ല. നിങ്ങളെ കയ്യിലുള്ള ഖുർആനിലുള്ള ഞങ്ങൾ ഇരുന്ന് പഠിച്ചതാ. ഞങ്ങൾക്ക് ആഖിറത്തിൽ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള പേടിയുണ്ട്. കാരണം എന്താ അറിയോ? അള്ളാഹ് ഖുർആനിൽ പറയുന്നത് എന്താ അറിയോ? ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى. ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് ത്വാഹ 124 125. എന്താ ഇതിന്റെ അർത്ഥം എന്നാ നിങ്ങൾ വിചാരിക്കണത്? എന്താ ഇതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കാത്ത ഏതൊരാളും ഇപ്പൊ പുത്തനത്താണിയിൽ 90 വയസ്സുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരാളുടെ വിചാരിച്ചോ. 90 വയസ്സുള്ള അയാൾ ചന്ദ്രിക വായിക്കാറുണ്ട് കണ്ണറല്ലാതെ. വേഗം മനസ്സിലാനാ പറയുന്നത്. ഒരു മുസ്ലിമായ ഒരു സഹോദരന് ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചോ. 90-95 വയസ്സായ അല്ലെ ഒരു ആയിഷ താത്ത 95 വയസ്സായ കണ്ണട വെക്കാതെ ചന്ദ്രിക വായിക്കുന്നു. എന്നിട്ട് വിചാരിച്ചോ മരിച്ചു 96-ാമത്തെ വയസ്സിൽ. ആഖിറത്തിലെത്തി അവിടെ വരെ കണ്ണ് കാണാത്തവരായിട്ടാ. ഇവിടുന്ന് ചന്ദ്രികയിലെ ചെറിയ അക്ഷരം വരെ വളരെ വേഗത്തിൽ വായിച്ച സിദ്ദീഖാജി, സുബൈറാജി, ആയിഷക്കുട്ടി, ഖദീജക്കുട്ടി ആഖിറത്തിൽ വരുന്നത് കണ്ണ് കാണാത്തവരായിട്ട്. എന്നിട്ട് അവരെ അള്ളാഹിനോട് ചോദിക്കത്രേ, പുത്തനത്താണിയിലെ പുരയിൽ 95 വയസ്സ് വരെ കണ്ണുണ്ട് ചന്ദ്രിക വായിച്ച ആളായിരുന്നല്ലോ ഞാൻ, ഇവിടെ എനിക്ക് 2 കണ്ണില്ലല്ലോ. അതിന് അള്ളാഹ് പറയുന്ന മറുപടി അത് കേൾപ്പിച്ചിട്ട് ഞാൻ ഈ ആയത്തിലേക്ക് വീണ്ടും വരാം. ഖുർആനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞാൽ വല്ലവനും തിരിഞ്ഞു കളയുന്ന പക്ഷം അവനൊരു ഇടുങ്ങിയ ജീവിതം ആ ദുനിയാവിലുണ്ടാകുക. ഒരു ഇടുങ്ങിയ ജീവിതം. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവനെ നാം അന്ധനായ നിലയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. കണ്ണ് കാണാത്തവനായിട്ട് ഞാൻ അവനെ ഖാല റബ്ബി ലിമ ഹശർതനി അഅ്മാ വഖദ് കുൻതു ബസീറാ. ആഖിറത്തിൽ വെച്ചിട്ട് മൊയ്തീനാജി ചോദിക്കുകയാണ് അല്ലാഹുവിനോട്. അല്ലാഹ് പറയാണ്, അല്ല അല്ലാഹ് പടച്ചോനെ, ദുനിയാവിൽ എനിക്ക് കാഴ്ച ഉണ്ടായിരുന്നല്ലോ റബ്ബേ, ജിന്നെ എന്തുകൊണ്ടാണ് അന്ധനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? കണ്ണ് കാണാത്തവനായിട്ട് പുത്തനത്താണിന്ന് റബ്ബേ ജി എന്തിനെന്നെ ആഖിറത്ത് കൊണ്ടുവന്നത്? ഞാൻ പുത്തനത്താണിയിലും കോട്ടക്കലും വളാഞ്ചേരിയിലും അതുപോലെ തന്നെ അങ്ങ് അത്തിപ്പറ്റയിലും പരിസര പ്രദേശത്തും ഒക്കെ ജീവിച്ചപ്പോൾ, വളവന്നൂർ അൻസാറിന്റെ പരിസരത്തും ഒക്കെ ജീവിച്ചപ്പോൾ എനിക്ക് കണ്ണുണ്ടായിരുന്നല്ലോ റബ്ബേ. അതെ, അങ്ങനെ ഞാൻ കുറുക്കോളിൽ ജീവിച്ചപ്പോൾ എനിക്ക് കണ്ണുണ്ടായിരുന്നില്ല റബ്ബേ. പടച്ചോൻ ഇജ്ജ് എന്താ എന്നെ ഇവിടെ കണ്ണ് കാണാത്തവനാക്കി? അല്ല പറയാണ്, അങ്ങനെ തന്നെയാണ് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിനക്ക് ഓതിക്കേൾപ്പിച്ചില്ലയോ? പുത്തനത്താണിയിൽ ആയിരക്കണക്കിന് ആയത്തുകൾ ഉദ്ധരിച്ച് പ്രസംഗിച്ചിട്ടില്ലായിരുന്നോ? അന്ന് നീ എന്താ ചെയ്ത്? അത് കേട്ടോ. എന്താ ചെയ്തെന്ന് കേട്ടോ. അത് വേറൊരു അധ്യായത്തിലാട്ടോ. അത് വേറൊരു അധ്യായത്തിലാണ്. 71-ാം അധ്യായം സൂറത്ത് നൂഹിന്റെ തുടക്കം. അപാരമാണ്. അള്ളാഹ് പറയാണ്, നൂഹ് നബി അലൈഹിസ്സലാം പടച്ചോന്റെ മുമ്പിൽ വെക്കുകയാണ്. يغفر لكم من ذنوبكم ويؤخركم إلى أجل مسمى إن أجل الله إذا جاء لا يؤخر لو كنتم تعلمون. എന്നിട്ടോ قال ربي إني دعوت قومي ليلا ونهارا
ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ വഇന്നി കുല്ലമാ ദഅവതുഹും ലിതഗ്ഫിറ ലഹും ജഅലൂ വസാബിയഹും ഫീ ആദാനിഹിം വസ്തഗ്ശൂ സിയാബഹും വഅസറൂ വസ്തക്ബറു ഇസ്തിക്ബാറാ. നൂഹ് നബി പറയുന്നതെന്നറിയോ? രാവും പകലും ഓലോട് ഞാൻ നിന്റെ ദൃഷ്ടാന്തം ഉദ്ധരിച്ച് വയല് പറഞ്ഞു, ആയത്തോതി വയല് പറഞ്ഞു, നീ എനിക്ക് വഹി തന്നത് പറഞ്ഞ് ഞാൻ വയല് പറഞ്ഞു. പക്ഷേ റബ്ബേ, കേട്ടോളിട്ട് ആ പരാതി കേട്ടോളി, തീർച്ചയായും നീ അവർക്ക് പൊറത്തു കൊടുക്കുവാൻ വേണ്ടി ഞാൻ അവരെ വിളിച്ച് ഉറക്കെ വിളിച്ചു നോക്കി ഞാൻ അവരെ. പക്ഷെ പടച്ചോനെ, അവരവരുടെ കാതുകളിൽ ഇങ്ങനെ വിരല് തിരികി. നൂഹ് നബി പറയാണ്, ആയത്ത് കേട്ടപ്പോൾ അവര് രണ്ടാമത്തെ വാചകം പുതപ്പിട്ടിട്ട് തല മുഴുവൻ മൂടിക്കെട്ടി ഒന്നും കേൾക്കാത്തവരെ പോലെ നടന്നുപോയി. കേരളത്തിലെ മുജാഹിദുകൾക്കാണ് നൂഹ് നബീൻ്റെ ഈ അനുഭവമുള്ളത്. ഞങ്ങൾ നിങ്ങളോട് ഖുർആനാ മക്കളെ പറയുന്നത്, മൊയ്തീൻ മാലയല്ല, മമ്പ്രതങ്ങളെ മാലയല്ല. ബൂസിരി 7-ാം നൂറ്റാണ്ടിൽ ജനിച്ച ആളാ. ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഉത്തമമായ തലമുറ. അതല്ലോ മഹാന്മാര് പറഞ്ഞത്, വകുല്ലു ഖൈറിൻ ഇത്തിബാഇ മൻ സലഫ് വകുല്ലു ശർറിൻ ഇബ്തിദാഇ മൻ ഖലഫ്. എന്ത്? വകുല്ലു ഖൈറിൻ ഇത്തിബാഇ മൻ സലഫ് ലാ യസ്ലുഹു ആഖിറാദിഹിൽ ഉമ്മ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയാണ്, ആരംഭ കാലഘട്ടം ഏതൊന്നുകൊണ്ടാണോ നന്നായത് അതുകൊണ്ടേ അവസാനം നന്നാവും. ഈ കവിതയിൽ എന്താ ഉള്ളതെന്നറിയോ? വകുല്ലു ഖൈറിൻ ഇത്തിബാഇ മൻ സലഫ് വകുല്ലു ശർറിൻ ഇബ്തിദാഇ മൻ ഖലഫ്. പൂർവികരെ പിൻപറ്റുന്നിടത്താണ് എല്ലാ ഖൈറും. പിൽക്കാലക്കാരുടെ തൊള്ളത്താളത്തെ പിൻപറ്റിയിടത്താണ് ഈ ഉമ്മത്ത് തകർന്നു പോയത്. എത്ര വസ്തുതയാണല്ലേ മുജാഹിദുകൾ നിങ്ങളെ ക്ഷണിക്കുന്ന ഖുർആനിലേക്ക്. ഇനി സൂറത്ത് ത്വാഹയിലേക്ക് വന്നോ. അല്ലാഹ് എന്താ പറയണേ? ഇന്റെ ആയത്തുകൾ നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടിരുന്നു. ബട്ട് പിന്നെ എന്ത് നിങ്ങൾക്ക് സംഭവിച്ചു പോയത്? നിങ്ങൾക്ക് സംഭവിച്ച ഓരോന്നല്ല, നിങ്ങളത് കേട്ടില്ല, നിങ്ങളത് പഠിച്ചില്ല, നിങ്ങൾ ഖുർആൻ തുറന്നു നോക്കിയില്ല. എന്നിട്ട് അല്ലാഹ് പറയണെന്നറിയോ? വകദാലികൽ യൗമ തുൻസാ. ഭൂമി ലോകത്ത് നിന്റെ ആയത്തോതി കേൾപ്പിക്കപ്പെട്ടപ്പോ നിങ്ങൾ എന്തേ ചെയ്തത്? എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ആദരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞോട്ടെ, ആദരവ് അർഹിക്കുന്നുണ്ടോ എന്നുള്ളത് വേറെ വിഷയം. കാന്തപുരം ഉസ്താദ് ഒരു പ്രസംഗത്ത് പറയാണ്, മുജാഹിദുകൾ 2 മണിക്കൂർ പ്രസംഗിച്ചാൽ 100 കണക്കിന് ഖുർആന്റെ വചനം ഉദ്ധരിക്കും. കാന്തപുരം ഉസ്താദ് കേട്ടോ പറയുന്നത്, ക്ലിപ്പ് അവൈലബിൾ ആണ്, കിട്ടും. കാന്തപുരം ഉസ്താദ പറയുന്നത്, ഒരു 2 മണിക്കൂർ മുജാഹിദുകൾ പ്രസംഗിച്ച 100 കണക്കിന് ആയത്ത് അവരോതും. നമ്മളോ? ഉസ്താദിന്റെ ചോദ്യമാണ്, നമ്മളോ എന്ന് വെച്ചാൽ സമസ്തക്കാരായ ഞാൻ ഉൾപ്പെട്ട, ഞാൻ നയിക്കുന്ന കേരളത്തിലെ സമസ്ത 2 മണിക്കൂർ കിട്ടിയ 1-2 ആയത്ത്, പിന്നെ കിസ പറയുന്ന അപ്പത്തന്നെ അത് കേട്ട ബുദ്ധിയും കഥയുള്ളവൻ ആലോചിച്ചൂടെ ഉസ്താദ് എന്താ പറഞ്ഞേ? അല്ലാഹ് ഖുർആനിൽ പറയുന്നതറിയോ? ഈമാനുള്ളൊരു ജനതയുടെ പ്രത്യേകത, ഈമാൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരുടെ പ്രത്യേകത. അല്ലാഹ് പറഞ്ഞത് എന്താ പറയുക? നിങ്ങള് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാലാണ് മുന്നിലിരിക്കുന്ന പ്രസംഗം കേൾക്കുന്നവർക്ക് ഈമാൻ വർദ്ധിക്കാൻ. ആരാ പറയണത്? ലോകത്തിന്റെ നാഥനാ പറയണത്. ഉസ്താദ് എന്താ പറഞ്ഞ്? മുജാഹിദുകൾക്കൊരു ദോഷമുണ്ട്. എന്താ ദോഷോ? ഒരു 100 കണക്കിന് ആയത്ത് ഓതും. അല്ലാഹ് പറയണതോ, ഈമാൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ ഖുർആൻ ആയത്താ ഓതുക. ഇനി നിങ്ങൾ പറയൂ, ആരാണ് സത്യവിശ്വാസികൾ? ആരാണ് സത്യത്തിന്റെ കൂടെയുള്ളവർ? ആരാണ് സത്യത്തിന്റെ കൂടെയുള്ളവർ? വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. മാത്രമല്ല, ഖുർആനിലെ 16-ാം അധ്യായം 46-ാമത്തെ വചനത്തിൽ റബ്ബ് പറയുന്നറിയോ? ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. പ്രവാചക, താങ്കൾക്ക് നാം അവതരിപ്പിച്ച ഖുർആനിനെ ജനങ്ങൾക്ക് താങ്കൾ വിശദീകരിച്ചു കൊടുക്കൂ. എന്താ പറയുന്നത്? താങ്കൾക്ക് നാം വിശദീകരിച്ചു തന്ന ഖുർആനിനെ, താങ്കൾക്ക് ദിവ്യബോധനമായി തന്ന ഖുർആനിനെ താങ്കൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കൂ. അപ്പൊ എന്താ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ടത്? ഖുർആൻ. സുമ്മ ഇന്നാ അലൈനാ ബയാന, സൂറത്ത് ഖിയാമയാണ്. സുമ്മ ഇന്നാ അലൈനാ ബയാന. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, സുമ്മ ഇന്നാ അലൈനാ ബയാന. സൂറത്ത് ഖിയാമ, സൂറത്ത് ഖിയാമയിലെ 16 മുതലുള്ള വാചകമാണ്.
എന്താ പറയുന്നത്? ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബി ഇന്ന അലൈനാ ജംഅഹു വഖുർആന ഫൈദാ ഖറഅനാഹു ഫത്തബി ഖുർആന സുമ്മ ഇന്ന അലൈനാ ബയാന. അല്ലാഹുവിന്റെ ഗ്രന്ഥം എന്താ പറയണറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ ഖുർആൻ ഓതി കൊടുത്തപ്പോൾ ഭയങ്കര ധൃതിയിൽ ഫാസ്റ്റിൽ അത് ഹിഫ്ള് ചെയ്യാൻ ശ്രമിച്ചു, വേഗത്തിൽ. അപ്പൊ ജിബ്രീലിനോട് പറയാൻ ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബി. നേരിട്ട് അർത്ഥം കേട്ടോളൂ. ഈ ഖുർആൻ ധൃതിപ്പെട്ട് ഹൃദ്യസ്ഥമാക്കാൻ വേണ്ടി നബിയെ നാവ് ചലിപ്പിക്കേണ്ടതില്ല. നബിയെ ഇത്ര വേഗത്തിൽ നാവ് ചലിപ്പിക്കേണ്ടതില്ല തിരുദൂതരെ. ലോകത്തിന്റെ ഗുരു ഇഖ്റ എന്ന് കേട്ടതിനു ശേഷം യാ അയ്യുൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫത്വഹിർ യാ അയ്യുൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല വദ്ദുഹാ വല്ലൈലി ഇദാ സജാ അലം നശ്റഹ് ലക സദ്റക്. ഇതൊക്കെയാണ് ആ സന്ദർഭത്തിൽ ഇറങ്ങിയത്. ആ ഖുർആനൊക്കെ ഓതി കേൾക്കുമ്പോൾ അത് വേഗത്തിൽ പഠിക്കാൻ തിരുദൂതർ ശ്രദ്ധിക്കുകയാണ്. അപ്പൊ അല്ലാഹ് പറയുകയാണ്, നബിയേ ധൃതിപ്പെട്ട് ഹൃദ്യസ്ഥമാക്കാൻ നാം വേഗതയിൽ ചലിപ്പിക്കേണ്ടതില്ല ദൂതരെ. എന്നിട്ടോ ഇന്നാലൈനാ ജംഅഹു വഖുർആന, തീർച്ചയായും ഇതിന്റെ ഖുർആനിന്റെ സമാഹരണവും അതിന്റെ ക്രോഡീകരണവും അതിന്റെ ഓതിത്തരലും നമ്മുടെ ബാധ്യതയാണ് നബിയേ. ഇന്നാലൈനാ ജംഅഹു വഖുർആന ഫൈദാ ഖറഅനാഹു ഫത്തബി ഖുർആന. അങ്ങനെ നാം ഓതി തന്നാൽ നീ അതിനെ പിന്തുടരണം, അള്ളാന്റെ ഗ്രന്ഥത്തെ പിന്തുടരണം. തീർന്നില്ല, സുമ്മ ഇന്നാലൈനാ ബയാനാ, ഈ ഖുർആനിനെ ബയാൻ ചെയ്യേണ്ടതും നാമാണ്. പൊന്നാര മക്കളെ, ഉമർ നന്നായത് ഖുർആൻ കൊണ്ടാ നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ഖുത്ബിയത്തും മൊയ്തീമാലയും പാടിയിട്ടല്ല നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിലും ഞാൻ നിങ്ങളോട് ചോദിക്കാൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, ഉമർ ഇബ്നുൽ ഖത്താബും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അലി ഇബ്നു അബീ ത്വാലിബും ത്വൽഹത്ത് ഇബ്നു ഉബൈദുല്ലയും അബ്ദുല്ലാഹ് ഇബ്നു അംർ ബിൻ ലാസും അബ്ദുല്ലാഹ് ഇബ്നു മസൂദും അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസും ഇമാം മഹാനായ ഇബ്നു ബിലാലും അമ്മാറും യാസറും സുമയ്യയും അവരൊക്കെ മാറിയത് ഖുർആൻ കൊണ്ടാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? എങ്കിൽ സൂറത്ത് ഖാഫിൽ വാ. സൂറത്ത് ഖാഫ് 50-ാം അധ്യായം. ഈ അധ്യായം പെണ്ണുങ്ങൾ പഠിച്ചത്, സ്ത്രീകൾ പഠിച്ചത് വെള്ളിയാഴ്ച ജുമയ്ക്ക് പോയിട്ടാ. എന്തൊരു അതിശയ പടച്ചോനെ ഹദീസിൽ. നബി വെള്ളിയാഴ്ച സൂറത്ത് ഖാഫ് ഓതുന്ന കേട്ടിട്ട് മനപ്പാടാക്കിയ സ്ത്രീകൾ ജുമയ്ക്ക് പോയിട്ട്. നമുക്കങ്ങനെ ഒരു ഭാഗ്യം തന്നെ ഇല്ല. നമുക്കങ്ങനെ ഒരു ഭാഗ്യമുണ്ടോ? പള്ളിയിൽ പോയിട്ട്, ഷോപ്പിംഗ് മാളിൽ പോയിട്ടുണ്ട്, ടൂർ പോയിട്ടുണ്ട്, സിനിമാ തിയേറ്ററിൽ പോയിട്ടുണ്ട്, SSFന്റെ പെണ്ണുങ്ങളും ഒക്കെ. പക്ഷെ എവിടെ പോയിട്ടില്ല? പള്ളി പോയിട്ടില്ല. എന്താ? പള്ളി വല്ലാത്തൊരു വൃത്തികെട്ട കേന്ദ്രമാണല്ലോ. ഹൈ, പെണ്ണിന് കയറിയ ഭയങ്കര പ്രശ്നമായി. ഓട്ടോറിക്ഷ കയറാ, ഒറ്റയ്ക്ക് പോകുന്ന ഡ്രൈവറെ കൂടെ ഒരു വിഷയമില്ല. പള്ളിയിലോ ബാപ്പാന്റെ കൂടെ പോയിക്കൂടാ, ഭർത്താവിന്റെ കൂടെ പോയിക്കൂടാ, ഉമ്മാന്റെ കൂടെ പോയിക്കൂടാ, ഇക്കാക്കാന്റെ കൂടെ പോയിക്കൂടാ. കയറി പിടിച്ചുകൂടേക്കൂ, എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ എന്തായാലും പിടിക്കാൻ തയ്യാറല്ല. ഞാനിത് ഇങ്ങനെ പറയണമെന്നറിയാം. ശബരിമല വിഷയമൊക്കെ ലോകത്തിലേക്കും ഒന്ന് ആലോചിച്ചോളി. നല്ലോണം ഒന്ന് ആലോചിച്ചോളി. നല്ലോണം ഒന്ന് ആലോചിക്കുക എല്ലാവരും. അള്ളാഹു ആണിനും പെണ്ണിനും കൊടുത്ത മതസ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അത് കെട്ടിപ്പുട്ടി വെക്കുന്നല്ലോ കലക്ക്. സൂറത്ത് ഖാഫിന്റെ ഏറ്റവും ഒടുവിലത്തെ വാചകത്തിലേക്കൊന്ന് കടന്നു നോക്കിയ സൂറത്ത് ഖാഫില് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഖാഫിന്റെ ഒടുവിൽ നമ്മളോട് പറയുന്ന ഖൈറായ ചില കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഖാഫിൽ പറയുന്നത്. അതായത് അള്ളാഹു പറയാൻ നോക്കട്ടുള്ളൂ നിങ്ങൾ, ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഗീദ്. നബിയേ, അള്ളാഹ് കേട്ട് നോക്കുക, നിങ്ങൾക്ക് ആ വാചകം അവസാനിക്കും നോക്ക്. ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഗീദ്. അതിനാൽ എന്റെ താക്കീത് ഭയപ്പെടുന്നവരെ ഖുർആൻ മുഖേന നീ ഉത്ബോധിപ്പിച്ചോ. അള്ളാഹ് ഖുർആനിൽ പറയാ, ഖുർആൻ കൊണ്ട് ഉത്ബോധിപ്പിക്കുക ജനങ്ങളെ. നാട്ടുവർത്താനം പറഞ്ഞ് നേരം വെളുപ്പിക്കല്ലേ, കഥ പറഞ്ഞ് നേരം വെളുപ്പിക്കല്ലേ. ഒരു സ്വപ്നജീവി ഉണ്ടല്ലോ നമ്മുടെ നാട്ടില്, സ്വപ്നം മാത്രം ഉപരി പറയും. ഒരു സ്വപ്നത്തിന് 1 ലക്ഷം കിട്ടുന്നുണ്ടായിരിക്കും, എനിക്കറിഞ്ഞൂടാ. അല്ലാണ്ട് ആ ജാതി ബടായി വിടാൻ പറ്റുമോ മനുഷ്യന്? കളവ് ഇങ്ങനെ പറയണ്ടേ. ഇപ്പൊ പറയുന്ന ഒരു കളവ് കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. സുബ്ഹാനല്ലാഹ്, എന്താ കളവ് അറിയോ? കടലിൽ പോയിട്ട് മീനൊന്നും കിട്ടാനില്ല മുക്കോമാർക്ക്. കടലിൽ പോയിട്ട് മീനൊന്നും കിട്ടാനില്ല മുക്കോമാർക്ക്. അങ്ങനെ മുക്കോമാർ തങ്ങളെടുത്ത് നിന്ന് വിലാപം പറഞ്ഞു. ഏത് തങ്ങളെന്നൊന്നും നിങ്ങൾ ചോദിക്കരുത്, അത് മുലിയാരോട് തന്നെ ചോദിക്കണം. തങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, പൊയ്ക്കോ, അയല കിട്ടിയാൽ മതിയോ എന്ന് ചോദിച്ചത്രേ തങ്ങള്. എന്തെന്ന് ചോദിച്ചല്ലേ? അല്ല, കടലിൽ പോയാൽ നിങ്ങൾക്ക് അയില മാത്രം കിട്ടിയാൽ മതിയോ? ഓ, തങ്ങളെ അയില കിട്ടിയാലും മതിയാറും. അങ്ങനെ അവർ കടലിലേക്ക് എല്ലാ പ്രതീക്ഷയായിട്ട് പോയി. പോകുന്ന സമയത്ത് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു വലിയ മീന് അവിടെ ഉണ്ടാവും. ഒരു വലിയ മീന്, അതിനെ തൊടരുത്, വേദനിപ്പിക്കരുത്, ഉപദ്രവിക്കരുത്. ശരി, അങ്ങനോട് പോയി. അങ്ങനെ അവർ പോയിട്ട് അവിടെ എത്തി, കടലിലെത്തി. നോക്കുമ്പോൾ എങ്ങോട്ട് നോക്കിയാലും അയില, ജബടം നോക്കിയാലും അയില.
ആ അയിലൻ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നതിന് ആ കൂട്ടത്തിലുണ്ട് വലിയൊരു അയിലങ്ങനെ ഇങ്ങനെ ഭയങ്കര ജോറില്. ആ തങ്ങൾ പറഞ്ഞോ കാട് മറന്നുപോയി, അയിലനെ വേദനിപ്പിച്ച് കളഞ്ഞ് മീനെ ഇതാക്കണൊരു കുളത്തിട്ടോല്ലോ അത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് മുറിവ് പറ്റിച്ച് കളഞ്ഞു. ശരി, അങ്ങനെയൊക്കെ ആണെങ്കിലും ലക്ഷക്കണക്കിന് അയിലനെയും പിടിച്ച് ഓലൊക്കെ വന്ന് തങ്ങളെടുത്ത് ചെന്ന് തങ്ങളോട് പറഞ്ഞ് സംഗതി തങ്ങളെ ഭയങ്കര നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അയില കൊണ്ടൊരു കളി തന്നെ. നമ്മൾ രണ്ട് പൊറാട്ട കൊണ്ടൊരു 5 കളിന്ന്, അയില കൊണ്ടൊരു 5 കളി തന്നെ. അപ്പം വലിയൊരു മീന് വന്ന് നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ മറന്നു അതിനെ ഉപദ്രവിച്ച്. അപ്പം തങ്ങൾ കുപ്പായം കഴിച്ചിട്ട് പൊറാട്ട് കാണിച്ചു കൊടുത്തത്രേ. ഞാനായിരുന്നടാ അത്, ഏയ് ആ തങ്ങളായിരുന്നത്. ജനങ്ങളെ ചതിച്ചിട്ട് വേറൊന്നല്ല, ദാ മൃഷ്ടാന്നം ഭുജിക്കാൻ വേണ്ടി പാവപ്പെട്ട ഭക്തരെ വഞ്ചിച്ചും ചതിച്ചും യൗകുലൂന ബുതൂനിഹിം മില്ലന്നാർ, പള്ളയിൽ നടക്കണ നരകത്തിന്റെ തീയ. അല്ല വെറുതെ അല്ല പറഞ്ഞേ, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഖ്ബാരി വറുഹ്ബാൻ ലയൗകുലൂന അംവാലൻ നാസി ബിൽ ബാതിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. പണ്ഡിത പുരോഹിതന്മാർ, റബ്ബിന്റെ കലാമാണ് 9-ാം അധ്യായം 34-ാമത്തെ വചനം. ആ സത്യവിശ്വാസികളെ, പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഭൂരിപക്ഷവും ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുന്നവരാണ്. അവരെ നിങ്ങൾ സൂക്ഷിക്കണം. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തുനിന്ന് അവരവരെ തെറ്റിക്കും. എന്തൊരു കഥയല്ല, അള്ള പറഞ്ഞു തരിക, മുൻകൂട്ടി പറഞ്ഞു തരിക, നമ്മൾ ഓർക്കണം. ഇതാണ് ഖുർആന്റെ കണ്ടന്റിൽ ഒന്ന്. രണ്ടാമതായി ഈ കൊടുത്ത കഴിവ്, ഞാനത് പറഞ്ഞിട്ട് വിഷയത്തിന്റെ മർമ്മഭാഗം മാതാപിതാക്കൾ ആരാണ് പറയേണ്ടതുണ്ട്. ഖുർആൻ എന്തു പറയുന്നു? മാതാപിതാക്കൾ. മദ്യത്തെക്കുറിച്ച് ഖുർആൻ എന്ത് പറയും? കലാപമുണ്ടായാൽ എന്ത് ശ്രദ്ധിക്കണമെന്ന് പറയും. ആണാരാ പെണ്ണാരാ, കല്യാണം എന്താ, ജീവിതം എന്താ, ഈ കച്ചവടം എന്താ, സുഹൃത്ത് എന്താ, ഇതര മതക്കാരനെന്താ, ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കും. സുഹൃത്തുക്കളെ ഗൗരവമായി ആലോചിക്കാൻ വേണ്ടി പറയണം. കാരണം ഖുർആനിന്റെ മർമ്മം തൗഹീദാണ്. ആ തൗഹീദിന് ഏറ്റവും കാതലായി ഞാൻ നിങ്ങൾ അത്ഭുതത്തോടുകൂടെ, ഞാൻ എളുപ്പത്തിൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു സംഭവം പറയാം. ഒരു AP സുന്നിക്കാരൻ, ഒരു പ്രവർത്തകൻ, ആ മന്ത്രിനോട് ചോദിച്ചു, നിങ്ങളല്ലേ മുജാഹിദ് ബാലുശ്ശേരി? ആ അതെ. ഞങ്ങൾ പ്രസംഗമൊക്കെ കേൾക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ പ്രസംഗം കേട്ട ഇജ്ജ് AP സുന്നി ആവൂല, എൻ്റെ പ്രസംഗം കേട്ട ഇജ്ജ് മുജാഹിദാവും. ഇജ്ജ് കേട്ടത് AP മൊയ്ലിയാമാർ കട്ട് ചെയ്ത് മുറിച്ച കഷ്ണോ, അതാ ഇജ്ജ് കേട്ടുകാരൻ. അപ്പം പറഞ്ഞു, അത് ശരിയാണ്. ആ നജ്ജിന്നപ്പോൾ കണ്ടല്ലോ, നമുക്ക് സംസാരിക്കാറ്. ഒറ്റ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചു. ഞാനപ്പോൾ ഓർത്തത് യൂസുഫ് നബീനെയാണ്. യൂസുഫ് നബിക്ക് 2 ആളെ കിട്ടി, വിട്ടില്ല. യൂസുഫ് നബി ചോദിച്ചു, അർബാബും മുതഫർരിഖൂൻ ഖൈറുൻ മിനല്ലാഹി വാഹിദുൽ ഖഹാർ. ആണല്ലോ പ്രവാചകന്മാരുടെ പാത. ഏതാ പ്രവാചകന്മാരുടെ പാത? എന്താ? വജഅൽനാഹും അയിമ്മതൻ യഹ്ദൂന ബിഅംരിനാ വൗഹൈനാ ഇലൈഹിം ഫീലൽ ഖൈറാത്ത്. ഖുർആന്റെ 21-ാം അധ്യായം സൂറത്ത് അംബിയ 73-ാമത്തെ വചനം. പ്രവാചകന്മാർ തൗഹീദ് പറഞ്ഞവരാ. അപ്പം ഞാൻ ആ ചെറുപ്പക്കാരനോട് ഞാൻ പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഓ, നിങ്ങൾ ചോദിച്ചോളിയാണ്. മരിച്ചുപോയ അംബിയ ഔലിയാക്കൾക്ക് അല്ല കഴിവ് കൊടുത്തിട്ടുണ്ടോ ജീവിച്ചിരിക്കുന്നവരുടെ വിളിക്കനുസരിച്ച് സഹായിക്കാൻ എന്നാണ് ഞാൻ ഈ ചെറുപ്പക്കാരനോട്, AP സുന്നിയായ ചെറുപ്പക്കാരനോട് എൻ്റെ ചോദ്യം. എന്താണ്? അംബിയ ഔലിയാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവ് കൊടുത്തിട്ടുണ്ടോ? ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുന്നവർ എവിടെ നിന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ടെന്നാണോ AP സുന്നിയായ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അവൻ ആത്മാർത്ഥമായി സത്യസന്ധമായി ഉസ്താദുമാരുടെ പ്രസംഗം കേട്ട് തെറ്റിദ്ധരിച്ച, പിന്നല്ലാതെ ആയിരക്കണക്കിന് സംഭവങ്ങളില്ലേ. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു? 1000 ഒന്നും വേണ്ട, 1 എണ്ണം. അല്ല, അതിപ്പോ അങ്ങനെ പഠിച്ചു ചോദിച്ചാലും ഞാൻ പണ്ഡിതനൊന്നും അല്ലല്ലോ. ആ, നിങ്ങൾ പ്രാസംഗികനല്ലേ, ഞാൻ മോനെ ആയിരക്കണക്കിന് ഉണ്ട് എന്ന് ഇജ്ജ് പറഞ്ഞാൽ നിനക്ക് 1 എണ്ണെങ്കിലും അറിയണല്ലോ എന്ന് പറയാറ് ഇല്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, കഴിവ് കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. വിശ്വാസമല്ല, പ്രമാണം. ഞാൻ എൻ്റെ കുട്ടിക്ക് കാണിച്ചു തരാറ്, മൊബൈൽ എടുക്കുകയായിരുന്നു. എല്ലാവരും മൊബൈലിൽ ഇപ്പോൾ ഖുർആൻ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, ഖുർആൻ എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഓതിത്തരുന്ന ആയത്തിൻ്റെ അർത്ഥം നീ ഒന്ന് വെച്ചോ. ഇനി ഞാൻ ആയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം, പുത്തൻതാണിക്കാർക്ക്. ആ ആയത്തിൻ്റെ അർത്ഥം കേട്ടിട്ട് ഈ ചെറുപ്പക്കാരനായ ഈ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞ കാര്യം എന്താ അറിയോ? ജീവിതത്തിൽ ഇങ്ങനൊക്കെ ആയത്ത് ഖുർആനിലുള്ളത് സത്യമായിട്ട് ബാലുശ്ശേരി, സത്യമായിട്ട് ഞങ്ങൾ കേട്ടിട്ടില്ല. ഇനി ഒന്ന് ചിന്തിക്കണോ, അത്രേ നമ്മളും പറയുള്ളൂ. സ്വർഗത്തിലേക്കുള്ള വഴി ഇന്നതാണെന്ന് സ്വയം പഠിക്കുകയും മനസ്സിലാക്കുകയും സ്വർഗത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുകയും, അള്ളാഹു നമ്മൾ സ്വർഗത്തിലെത്തിക്കട്ടെ.
വേറെ എന്ത് പറയാനാ അതില്? ഞാൻ ആ ചെറുപ്പക്കാരന് ഖുർആനിലെ 34-ാം അധ്യായം സൂറത്തു സബയിലെ 22-ാമത്തെ ആയത്ത് എടുക്കുകയാണ്. ഞാൻ പറഞ്ഞു, മുജാഹിദ് ബാലുശ്ശേരി അർത്ഥം വെക്കണ്ട, എൻ്റെ കുട്ടിയൊന്ന് അർത്ഥം വെച്ച് നോക്കുകയാണ്. മിൻ ദൂനില്ലാഹ് ലാ യംലികൂന മിസ്കാല ദർറത്തിൻ ഫിസ്സമാവാതി വലാ ഫിൽ അർളി വമാ ലഹും ഫീഹിമാ മിൻ ശിർകിൻ വമാ ലഹും മിൻഹും മിൻ ദഹീർ. അർത്ഥം വെക്കാൻ പറഞ്ഞു. അർത്ഥം എന്താ അറിയ? നിങ്ങൾ കേട്ടോളി. പറയുക നബിയേ, നബീന്റെ കാലത്ത് ഇബ്രാഹിം നബിനോട് തേടാം, ഇസ്മായിൽ നബിനോട് തേടാന്ന് പറഞ്ഞ കൗമിനോടാ പറയണേ, നബിയാ പറയണേ, നമ്മുടെ പ്രവാചകനാ പറയണത്, മുജാഹിദുകളുടെ പ്രവാചകനല്ല. കാഫത്തല്ലിന്നാസി ബശീറൻ വനദീറ. 34-ാം അധ്യായം 28, 7-ാം അധ്യായം 158, 21-ാം അധ്യായം 107, 62-ാം അധ്യായം 3. ലോകത്തിന്റെ പ്രവാചകനാ ഓതി കൊടുക്കണേ. എന്താ ഒന്നറിയോ? അള്ളാഹ്ക്ക് പുറമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിം നബിയില്ലേ, ഇസ്മായിൽ നബിയില്ലേ, ലാത്തയും ഉസ്സയും മനാത്തയും ഇല്ലേ, വദ്ദും സുവാഉം യഹൂസും യഹൂക്കും നസ്റുമില്ലേ. റസൂല പറയണേ, അവരൊന്നും, കേട്ടോ, അവരൊന്നും. അർത്ഥം വെച്ചോ മോനെ. ഏത് നാടൻ മനുഷ്യന് 5-ാം ക്ലാസ് വരെ സമസ്തന്റെ മദ്രസ പഠിച്ചോന് ഞാനിപ്പോ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും. ലാ യംലികൂന. മോനെ ഒന്ന് അർത്ഥം വെക്കു കുഞ്ഞു മോനെ. ലാ യംലികൂന, അവരുടമപ്പെടുത്തിയിട്ടില്ല, അവർക്ക് കഴിവില്ല, അവർക്കൊരു കഴിവും ഇല്ല. അണുമണി തൂക്കം കഴിവില്ല. അല്ലല്ലാത്ത മരിച്ചുപോയ അംബിയാ ഉലിയാക്കൾക്ക് അണുത്തൂക്കം കഴിവ് കൊടുത്തിട്ടില്ല. പൊന്നാര മക്കളെ, അണു എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല. കോസാറുകൾ, പൾസാറുകൾ, ന്യൂട്രോൺ, പ്രോട്ടോൺ, പ്രോസിട്രോൺ, ഞാൻ അങ്ങോട്ട് പോണില്ല. ക്വാണ്ടം തിയറിയുടെ ബൃഹത്തായ മേഖല, പൾസാറുകൾ, കോസാറുകൾ, നമുക്ക് കാണാനാവാത്ത സൂക്ഷ്മദർശിനികളെ കൊണ്ട് പോലും കാണാനാകാത്ത മിസ്കാലതറത്തുകൾ. അല്ല എന്താ പറഞ്ഞറിയോ? ഞാൻ ഇവിടെ നിങ്ങൾക്കൊക്കെ കടുക് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അത് നിങ്ങൾക്ക് AP സുന്നക്ക് EK സുന്നക്ക് മുജാഹിദിന് മനസ്സിലായി. കടുക് എന്ന് പറഞ്ഞാൽ ആ കടുക് മണിത്തൂക്കം കഴിവ് മൊയ്തീൻ ഷെയ്ഖിന് ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന ആരാ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അല്ല, ലോകത്തിൻ്റെ നാഥൻ, ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും സൃഷ്ടിച്ച പടച്ചോനാ പറയണത്. എന്ത് റബ്ബാ പറയണേ? ഇനി നിങ്ങൾ ഈ ആയത്തൊന്നുകൂടെ ശ്രദ്ധിക്ക്. എന്താ ഇവിടെ വാദം? എന്താ? അല്ല കൊടുത്ത കഴിവുകൊണ്ട് തേടാൻ. അല്ല പറയണേ ഞാൻ കൊടുത്തിട്ടില്ല. ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ ഈ പോയിന്റ് വ്യക്തമാക്കാം. +2 വിദ്യാർത്ഥി സ്കൂളിലേക്ക് ഓടി പോവുകയാണ്. യൂണിഫോം ഇട്ടിട്ട് മുറ്റത്തട്ടിറങ്ങി. ഓടി നിന്നപ്പോൾ ഓർമ്മയത് 500 റുപ്യ സ്കൂളിൽ കൊടുക്കേണ്ട കാര്യം. മോൾ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് പറഞ്ഞു, പച്ചിയെ 500 റുപ്യ കൊടുക്കാണ്ടിട്ടോ പറഞ്ഞു. അപ്പോൾ പച്ചി പറഞ്ഞു, മോള് പോയിക്കോ, ബസ്സല്ലേ വന്നിക്കണ, പൊയ്ക്കോ, ഞാൻ നാസർ മാഷെടുത്ത് കൊടുത്തുവിടാ. ആ സ്കൂൾ വർക്ക് ചെയ്യുന്ന നാസർ മാഷെടുത്ത് 500 റുപ്യ കൊടുത്തുവിടാ. അപ്പോൾ കുട്ടി സ്കൂളിൽ നിന്ന് മാഷെ കണ്ടപ്പോൾ ചോദിച്ചു, മാഷേ എൻ്റെ അപ്പച്ചി നിങ്ങളെടുത്ത് 500 റുപ്യ തന്നുണ്ട്. ആ മോളെ ഇതാ നിനക്ക് തരാൻ വേണ്ടി വരികയായിരുന്നു, ഞാൻ എന്നാ കൊണ്ടുപോയിക്കോ. നേരെ മറിച്ച് +2 വിദ്യാർത്ഥി സ്കൂളിൽ നിന്നുകൊണ്ട് നാസർ മാഷ കണ്ടപ്പോൾ ഒരു ചോദ്യം. നാസർ മാഷ ചോദിച്ചു, ബാപ്പ തന്ന 500 റുപ്യേ? ബാപ്പ തന്ന 500 റുപ്യേ? ബാപ്പ അങ്ങനെ ഒരു 500 റുപ്യ തന്നില്ലല്ലോ. ഒരു മിസ്കാല് തന്നിട്ടില്ല എൻ്റെ അടുത്ത്. ഒരു കാലണ എൻ്റെ വാപ്പ എൻ്റെ അടുത്ത് തന്നിട്ടില്ല. പിന്നെ എങ്ങനെ ഇജ്ജ് എന്നോട് ചോദിക്കുക? അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്തു? ബാപ്പാനെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ നാസർ മാഷെടുത്ത് 1 റുപ്യ പോലും കൊടുത്തിട്ടില്ല? ബാപ്പ പറഞ്ഞു, ഇല്ല മോളെ, ഇല്ല. ഈ പോയിന്റ് നിങ്ങൾ മനസ്സിൽ നിന്ന് ഒരിക്കലും വിട്ട് കളയരുത്. ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്? മനസ്സിൽ നിന്ന് വിട്ട് കളയരുത്. ഈ ഉദാഹരണം ഇവിടെ എന്താ വിഷയം? അല്ല കഴിവ് കൊടുത്തിട്ടുണ്ടെന്ന് അറിയുന്നത്. അല്ല പറയുന്നത് ഞാൻ കൊടുത്തിട്ടില്ല എന്ന്. അത് അല്ല എവിടെയാ പറയാ? അള്ളാന്റെ ഖുർആനിൽ എത്ര സ്ഥലത്താ പറഞ്ഞറിയോ? 1-2 സ്ഥലത്തൊന്നുമല്ല. ഖുർആനിലെ 17-ാം അധ്യായം 56, 57, ഖുർആനിലെ 2-ാം അധ്യായം 165, 164, ഖുർആനിലെ 35-ാം അധ്യായം 13, 14, ഖുർആന്റെ 46-ാം അധ്യായം 5, 6 വചനങ്ങളിൽ അതിലൊക്കെ അല്ല പറയുന്നറിയോ? കുല്ലിദുല്ലദീന സഅംതും മിൻ ദൂനി ഫലാ യംലികൂന കശ്ഫ ദുർരി അൻകും വലാ തഹ്വീലാ ഉലൈക അല്ലദീന യദഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖ്റബ് വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറാ. അല്ല ഒരു കഴിവും കൊടുത്തിട്ടില്ല. നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് അല്ല കഴിവ് കൊടുത്തിട്ടില്ല. അല്ല തീർത്തു പറയുന്നു കഴിവ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഒരിക്കലും അല്ല മരിച്ചോൾക്ക് കഴിവ് കൊടുത്തിട്ടുണ്ടെന്ന ഉസ്താദുമാരുടെ വാദം ഖുർആനിനെതിരാണ്, ഖുർആൻ പഠിപ്പിച്ച തത്വത്തിനെതിരാണ്. ദാറ്റ്സ് ഓൾ.
തൗഹീദിന്റെ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. രണ്ടാമതായി ഖുർആൻ പരിശോധിച്ച് നമ്മൾ കാണുക, വഖല്ലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുവന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. ഇന്ന് മാതാപിതാക്കൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഇന്ന് മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആനിലെ 17 അധ്യായം 23, 24 ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലാഹനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ, മാതാപിതാക്കളോട് നന്മ കാണിക്കണം, മാതാപിതാക്കളോട് നന്മ കാണിക്കണം. എന്നിട്ട് പറയാണ്, നിന്റെ ഉപ്പയോ ഉമ്മയോ നിന്റെ അടുത്ത് വെച്ച് വാർദ്ധക്യം പ്രാപിച്ചാൽ ഛേ എന്ന് പോലും പറയരുത്, ഛേ എന്ന വാചകം പറയരുത്. വല്ലാത്തൊരു വാക്ക്, ഛേ എന്ന വാചകം പറയരുത്. ബാപ്പാനോട് അങ്ങനെ ഉണ്ടല്ലോ, ഛേ തള്ളേ, ഛേ തന്തേ എന്ന് പറയരുത്. എന്നിട്ട് അല്ലാഹു പറയണെന്നറിയോ, കാരുണ്യത്തിന്റെ ചിറകുകൾ ആ മാതാപിതാക്കൾക്ക് താഴ്ത്തി കൊടുക്കണം. ആകാശത്തിന്റെ അനന്തതയിൽ കഴുകൻ വട്ടമിട്ട് പറക്കുകയാണ്, കോഴിക്കുഞ്ഞിനെ റാഞ്ചി എടുക്കുന്നതിന് വേണ്ടി കുറുകുറു ശബ്ദമുണ്ടാക്കി തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിലൊതുക്കുന്ന പോലെ ബാപ്പാനെയും ഉമ്മാനെയും ചിറകിലൊതുക്കണേ മക്കളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, കാരുണ്യത്തിന്റെ ചിറകുകൾ മാതാപിതാക്കൾക്ക് താഴ്ത്തി കൊടുക്കണേ. ഞാൻ ഓച്ചിറ ടെമ്പിളിൽ പ്രസംഗിച്ച മനുഷ്യനാ. ഓച്ചിറ ടെമ്പിളിൽ, ആ ഓച്ചിറ ടെമ്പിളിൽ 250 അച്ഛനമ്മമാര് ഹൈന്ദവ സഹോദരന്മാർ കൊണ്ടാക്കിയതാ. അമ്പലത്തിൽ പോകാന്ന് പറഞ്ഞു കൊണ്ടുപോകും, എന്നിട്ട് അവിടെ ഇട്ടേച്ച് പോരും. ഭീമാ പള്ളിയിൽ പ്രസംഗിച്ച ആളാ ഞാൻ. ആ ഭീമാ പള്ളിയിലുമുണ്ട് മുസ്ലിങ്ങൾ കൊണ്ടുപോയി ഉപേക്ഷിച്ച ബാപ്പയും ഉമ്മയും. ദർഗ കാണാൻ പോകുകയെന്നറിയും, അവിടെ ഇട്ടേച്ച് പോരുക. ഇതൊക്കെ ഔദ്യോഗിക കണക്കുകളാട്ടോ, എൻ്റെ വകയല്ല. ലോകത്ത് ഇതൊക്കെ അന്വേഷിക്കുന്ന ഏജൻസികൾ നമുക്ക് നൽകുന്ന വിവരങ്ങൾ. വൃദ്ധസദനങ്ങൾ ഏറ്റവും കുറവ് മലപ്പുറം ജില്ലയിലാണ്. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? മാതാപിതാക്കളെ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ജില്ല മലപ്പുറമാണ് കേരളത്തിൽ. മലപ്പുറത്തിൻ്റെ കുതിര കയറുന്നവരൊക്കെ ആലോചിച്ചാൽ മതി. വൃദ്ധസദനം ഏറ്റവും കുറവുള്ള ജില്ല കേരളത്തിൽ. അതിൻ്റെ അർത്ഥം എന്താ അറിയുന്നത്? മാതാപിതാക്കളെ കൂടുതൽ സംരക്ഷിക്കുന്ന മുസ്ലിങ്ങൾ ജീവിക്കുന്ന നാട് എന്നാണ് പറഞ്ഞത്. ആരാ മാതാപിതാക്കള്? ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളിനെ കാത്തുക്കൂ. മുജാഹിദ് വാലിശ്ശേരി വരുന്നുണ്ട്, അബ്ദുറഹ്മാൻ അൻസാരി വരുന്നുണ്ട്. ഈ മുജാഹിദ് വാലിശ്ശേരി ഒക്കെ എപ്പോഴാണ് ഉണ്ടായത്? നിങ്ങളൊക്കെ കാത്തുക്കുന്നില്ലേ? നിങ്ങളൊക്കെ കാത്തു നിൽക്കാത്ത കാലത്ത് എന്നെ കാത്തുന്ന ഒരാളുണ്ട്. അതെൻ്റെ ഉപ്പയാ, എൻ്റെ ഉമ്മയാ. എൻ്റെ ഉമ്മ ഗർഭിണിയാണെന്ന് അറിഞ്ഞ മുതൽ എൻ്റെ വരവ് കാത്തിരുന്ന ആളാ ഉപ്പയിമ്മേ. നമ്മൾ ഓരോരുത്തരുടെയും ഉമ്മയിപ്പേ ഓർക്കുന്നുണ്ടോ? നമ്മൾ ഗർഭപാത്രത്തിലായിരിക്കെ ലോകത്ത് വേറൊരാൾക്കും അങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ടായിട്ടുണ്ടോ? ലോകത്ത് ആർക്കെങ്കിലും അങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ടായിട്ടുണ്ടോ? ബാപ്പാനെ പോലെ ഉമ്മാനെ പോലെ. അത് ഉമ്മാക്കും ബാപ്പാക്കുള്ള ആകാംക്ഷയാണ്. അങ്ങനെ നമ്മളെ കാത്തിരുന്നവർ, നമ്മുടെ വേദനകളിൽ നമ്മളെക്കാൾ വേദനിച്ചവർ, നമ്മുടെ അഭാവത്തിൽ നമ്മളെക്കാൾ കൂടുതൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ, അല്ലേ? നമുക്ക് വേണ്ടി രാവും പകലും ഓടി നടന്നവർ. നമ്മുടെ അടുത്തേക്ക് ഒന്ന് ഓടിയെത്താൻ ഓഫീസിൽ നിന്ന് മേലുദ്യോഗസ്ഥനോട് നേരത്തെ ടൈം ചോദിച്ച് ഓടിക്കതച്ച് ചോക്ലേറ്റ് വാങ്ങി വന്ന നമ്മുടെ ഉപ്പ. ഓർമ്മകളിൽ, സ്മൃതിപഥങ്ങളിൽ ഉജ്ജ്വലമായി നിൽക്കേണ്ട നമ്മുടെ പിതാവ്. എവിടെയാണ് നമ്മളുള്ളത്? ആലോചിക്കണം, ഇന്ന് ആലോചിക്കണം. സൗദി അറേബ്യയിൽ റിയാദ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ അൽ ഖസീം എന്ന് പറയുന്ന സ്ഥലം, അൽ ഖസീം, അവിടെ ഒരു സംഭവം ഉണ്ടായി കോടതിയിൽ. അൽ ഖസീം സ്വദേശികളായ ഒരു കുടുംബത്തിന്റെ കഥ കോടതിയിൽ. ഒരു ഉമ്മ, ആ ഉമ്മാക്ക് 2 ആൺകുട്ടികൾ. ഒരു ഉമ്മ, ആ ഉമ്മാക്ക് 2 ആൺകുട്ടികൾ. ആ ആൺകുട്ടികളിലെ ഒരു മൂത്ത മകൻ ഉമ്മാനെ നോക്കുകയാണ്. 100 വയസ്സിനപ്പുറത്തുണ്ടാവും ഉമ്മാക്ക്, 20 കിലോ തൂക്കം. 100 വയസ്സ് കഴിഞ്ഞ് ചുക്കിച്ചുളിഞ്ഞ ശരീരമുള്ളൊരു ഉമ്മ. ആ ഉമ്മാന്റെ ഗർഭപാത്രത്തിലാ ഈ 2 അതികായകന്മാരായ ആൺകുട്ടികൾ ജനിച്ചിട്ട് ഭൂമുഖത്ത് വളർന്ന്. ആ ഉമ്മാനെ മൂത്ത മോൻ നോക്കുകയാണ്. 40 കൊല്ലം 48 years. ആലോചിച്ച് നോക്കണം, 40 കൊല്ലം പോറ്റിയപ്പോൾ അനുജൻ ചോദിച്ചു, ഇക്കാക്ക 40 കൊല്ലം ഇക്കാക്ക പോറ്റിയില്ലേ ഉമ്മച്ചിനെ? 40 കൊല്ലം പുണ്യം നേടിയില്ലേ ഇക്കാക്ക ഉമ്മച്ചിനെ ഇനി എനിക്ക് തന്നൂടേന്ന്. കാക്ക പറഞ്ഞു, മോനെ നിനക്ക് തരാൻ പറ്റില്ല മോനെ.
ഉമ്മ എനിക്ക് സ്വർഗത്തിലേക്കുള്ള വാതിലാണ് മോനെ, 40 കൊല്ലം ഞാൻ നോക്കി എന്നത് നിനക്ക് തന്നെ സമ്മതമല്ലയോ? അതുകൊണ്ട് ഞാൻ തരില്ല മോനെ ഉമ്മാനെ. ജ്യേഷ്ഠന്റെ വാശി. കേസുണ്ടായി, കേസ് കോടതിയിലെത്തി. കോടതി പറയണേ, കോടതിന്റെ ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. മാതാപിതാക്കളെ വേണ്ടാന്ന് പറയുന്ന മക്കളുണ്ട്. മാതാപിതാക്കളെ ഞങ്ങൾക്ക് സ്വത്ത് തരുന്നില്ല അറിഞ്ഞ് ബാപ്പാന്റെയും ഉമ്മാന്റെയും പേരിൽ കേസ് കൊടുത്ത മക്കളുണ്ട്. പക്ഷെ ഇങ്ങനൊരു മക്കൾ. അപ്പൊ കോടതി പറഞ്ഞു, മോനെ 40 കൊല്ലം നോക്കിയില്ലയോ, അനുജന് കൊടുത്തുകൂടെ? അയാൾ വാശി പിടിച്ചു, പറ്റില്ല. അപ്പൊ ചോദിച്ചു, ഉമ്മാനെ കൊണ്ടുവന്നൂടെ? കോടതിയിലേക്ക് ഉമ്മാനെ കൊണ്ടുവന്നുകൂടെ? പറഞ്ഞു, ഉമ്മാക്ക് നടക്കാൻ കഴിയില്ലല്ലോ, വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് ശയ്യാവലംബിയായി കിടക്കുകയാണല്ലോ ഞങ്ങളുടെ ഉമ്മ. എടുത്തുകൊണ്ടുവരാമോ? കോടതിയുടെ ചോദ്യം. എടുത്തുകൊണ്ടുവരാമോ? 20 കിലോ ഉള്ള ഉമ്മാനെടുക്കാൻ 2 മക്കൾക്ക് എന്തു പ്രയാസം? 2 കൈത്തണ്ട കൂട്ടി ചേർത്ത് പിടിച്ച് പൊന്നോമന ഉമ്മാനെ വാരിയെടുക്കുകയാണ്. അവരെ കുഞ്ഞുനാളിൽ അവരെ വാരിയെടുത്ത പോലെ അല്ലേ? ആലോചിച്ചു നോക്ക് നിങ്ങൾ. അമ്മതൻ നോക്കൂ, നമ്മള് കേട്ട് തയമ്പിച്ച ഒരു പാട്ടാണ്. എന്ത്? ഉമ്മതൻ വാത്സല്യം അമൃതായി, ഉപ്പാന്റെ സ്നേഹം കുളിരായി. അല്ലേ? ഉമ്മതൻ വാത്സല്യം അമൃതായി, ഉപ്പാന്റെ സ്നേഹം കുളിരായി. അല്ലേ? അങ്ങനെ നമ്മൾ പാടിയിട്ടില്ലേ? ഉണ്ട്. പിന്നെയോ ഇനിയൊരു ജന്മം കൂടി എനിക്ക് തരുമെങ്കിൽ ഉപ്പാന്റെ ഉമ്മാന്റെ മോനായി എനിക്ക് വീണ്ടും ജനിക്കണമെന്ന് പാടുന്ന നാം അല്ലേ? അള്ളാഹു കനിഞ്ഞരലിയിട്ടൊരു ജന്മം കൂടി എനിക്ക് തന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ അനുസരണമുള്ള മോനായിട്ട് എനിക്ക് ജനിക്കണം എന്ന് പറയുന്നവർ. അവിടെ ഞാൻ കാതലായിട്ടൊന്ന് ചോദിച്ചോട്ടെ, ഈ ഉമ്മാനെ അവർ താങ്ങിയെടുത്ത് കൊണ്ടുവന്നപ്പോൾ ജഡ്ജി ചോദിച്ചു, ഉമ്മ, ഈ 2 മക്കളിൽ ആരെ കൂടെ പോകാൻ അങ്ങക്ക് ഇഷ്ടം? ഈ 2 മക്കളിൽ ആരെ കൂടെ പോകാനാ ഉമ്മ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? ആരെ കൂടെ പോകാനാ ഉമ്മ? ആ ഉമ്മ പറഞ്ഞു, അത്രേ, എൻ്റെ മൂത്ത മോൻ എൻ്റെ കണ്ണിൻ്റെ വലത് കണ്ണാണ്, എൻ്റെ ശരീരത്തിലെ വലത് കണ്ണാണ്. എൻ്റെ ഇളയ മോൻ എൻ്റെ ഇടത് കണ്ണാണ്. 2 പേരും എനിക്ക് പ്രിയങ്കരമാണ്. ആരെ തിരഞ്ഞെടുക്കണമെന്നറിയില്ല. അവർ 2 പേരും എന്നെ നോക്കി, അവർ 2 പേരെയും ഞാനും നോക്കി. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കോടതിയിൽ വിതിമ്പിക്കരച്ചിൽ വരികയാണ്. കോടതിയിലെ ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവമില്ല. അപ്പൊ എൻ്റെ 2 കണ്ണുകളെ എൻ്റെ മക്കളെ. അപ്പൊ കോടതി ഇടപെട്ടു. എന്നിട്ട് കോടതി മൂത്ത മോനോട് ചോദിച്ചു, മോനെ, 40 കൊല്ലം നീ നോക്കിയില്ലേ, ഇനി അനുജൻ നോയിക്കോട്ടെ, ഒരുപാട് കൂലി നേടിയില്ലേ? അതാണ് കോടതിക്ക് പറയാനുള്ളത്. അപ്പൊ ഈ ജ്യേഷ്ഠൻ കോടതിയിലിരുന്ന് പൊട്ടിക്കരയാൻ. ജഡ്ജി ചോദിച്ചു, എന്തിനാ കരയണത്? ഒന്നുമില്ല, സ്വർഗത്തിന്റെ വാതിലങ്ങൾ അടച്ചു കളഞ്ഞു. എൻ്റെ ഉമ്മൻ്റെ അടുത്തുനിന്ന് പോകുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ അടുത്ത് നകലുക. എത്ര മുസ്ലിങ്ങൾക്ക്, ഞാൻ SSF സുന്നി മുജാഹിദും പറയല്ല, എത്ര മക്കൾക്ക് ബാപ്പയും ഇത്ര പ്രിയങ്കരായിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കണം. ലോകത്തെ അറിയപ്പെട്ടൊരു പോപ്പ്, സ്ഥാനാരോഹണ സമയമാണ്, പോപ്പിന്റെ സ്ഥാനാരോഹണ സമയം. അപ്പൊ അദ്ദേഹത്തിന് വിശേഷപ്പെട്ട മോതിരം ധരിപ്പിക്കപ്പെടും. സ്ഥാനമോതിരം ധരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ പോപ്പിനെ ആളുകൾ ക്യൂ നിന്ന് ചുംബിക്കും. വലിയ ക്യൂ നിൽക്കുകയാണ് ആ പോപ്പിനെ ചുംബിക്കാൻ സ്ഥാനാരോഹണ വേള. അപ്പൊ പോപ്പ് ഇങ്ങനെ നോക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ ക്യൂ നിന്ന് വരികയാണ്. ആ ക്യൂവിലുണ്ട് പിറകിൽ ഒരാള്, മെലിഞ്ഞ് ഉണങ്ങി ഒരു വയോവൃദ്ധ. അച്ഛനൊന്ന് നോക്കിയപ്പോൾ മനസ്സിലായി, പോപ്പ് നോക്കിയപ്പോൾ മനസ്സിലായി, തന്നെ പെറ്റ അമ്മയാണ്. അമ്മതൻ വാത്സല്യം അമൃതായി, അല്ലെ, അച്ഛൻ്റെ സ്നേഹം കുളിരായി. ആ അമ്മ നിൽക്കണേ. ആരാ നിൽക്കണത്? അമ്മ. അമ്മ എന്ന വികാരം, അമ്മ എന്ന ലഹരി, അമ്മ എന്ന വസന്തം, അമ്മ എന്ന ഗ്രീഷ്മം, അമ്മ എന്ന ഹേമന്തം. എത്ര മാറി മാറി വരുന്ന ആ ജീവിതം നമുക്ക് വേണ്ടി ഓരോ നാളും മുറക്കൊഴിഞ്ഞ തിങ്കളുകൾ. അന്നൊരു ശരത്കാല പൗർണമി ഒരുക്കിയ ചന്ദനപ്പുഴ നീന്തി കടന്നു വന്ന ആ കവിതയിൽ പറഞ്ഞിട്ടുള്ള അമ്മിഞ്ഞ പാലോലം ചോരിവ കൊണ്ടാദ്യം അമ്മയെ തന്നെ വിളിച്ച കുഞ്ഞേ, മറ്റൊരു മാതാവ് കൂടിയുണ്ടൻ മകയേനുറ്റ വാത്സല്യമോടോ മനിപ്പാനെന്ന് വയലോപ്പള്ളി ശ്രീധരമേനോൻ പറഞ്ഞ ആ അമ്മ എന്ന ലഹരി അല്ലേ? ആ ക്യൂല് നിൽക്കുന്നുണ്ട് അമ്മ. പോപ്പിന്റെ തൊട്ടടുത്ത് അമ്മ വരികയാണ്. ആളുകൾ ചുംബിച്ച് മാറി മാറി വരികളിലേക്ക് പോകുന്നു. അമ്മ പെട്ടെന്ന് മോന്റെ കയ്യിൽ കടന്നു പിടിച്ചു. മോതിരത്തിൽ ചുംബിക്കുമ്പോ സ്നേഹത്തോടെ അമ്മയിൽ നിന്ന് ആ പോപ്പ് കൈവലിച്ചു കളഞ്ഞു.
എന്നിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ചു മാറിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് അമ്മയുടെ ചുളിഞ്ഞ കൈകളിലെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ധരിച്ച അട്രാക്ഷൻ ഇല്ലാത്ത മോതിരത്തിൽ ആ ചുക്കി ചുളിഞ്ഞ കൈകൾ പിടിച്ച് അമ്മയുടെ വിരലുകളിൽ തുരുതുരാ ലോകപ്രസിദ്ധനായ പോപ്പ് ചുംബിച്ചു അത്രേ. ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ കണ്ട നമ്മള് കണ്ടു നിന്നവരുടെ കണ്ണുകൾ നിറഞ്ഞു. പോപ്പ് പറഞ്ഞു, മകൻ എത്ര വലിയ സ്ഥാനക്കയറ്റുണ്ടായാലും ആ ഉമ്മാക്ക് തുല്യമാവില്ല, ആ അമ്മക്ക് തുല്യമാവില്ല ഒരു തങ്ങളും ഒരു ബീവിയും ഒരു ഷെയ്ഖും ഒരു നേതാവും ഒരു രാഷ്ട്രീയക്കാരനും ഒരു പ്രസിഡന്റും ഒരു സെക്രട്ടറിയും. അമ്മയെ ക്യൂവിൽ നിർത്തി ചൂടുകൊള്ളിച്ച് താഴെ ബോധം കടിച്ച് വീപ്പിച്ച ഇന്ത്യയുടെ നേതാവിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. കാരുണ്യം എന്നത് മുഖമുദ്രയായ ഹൃദയമുള്ള പച്ച മനുഷ്യരുടെ കഥയാണ് ഞാൻ പറയുന്നത്. ഹൃദയമില്ലാത്തവരുടെ ലോകത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആലോചിക്കാൻ, നല്ലവണ്ണം ആലോചിക്കാനാണ് പറയുന്നത്. തീർന്നില്ല. വിദേശ രാജ്യത്ത് അറിയപ്പെട്ടൊരു ഷോപ്പിംഗ് മാളിൽ ഒരു സംഭവം ഉണ്ടായി. അറിയപ്പെട്ട ഷോപ്പിംഗ് മാളിൽ ഒരു യുവാവ് തൻ്റെ കുഞ്ഞിനെയും പിടിച്ച് ഷോപ്പിംഗ് മാളിൽ പോയി. ഒരു ചെറിയ കുഞ്ഞിനെയും പിടിച്ച് യുവാവ്, അയാളുടെ മോനാ, ഷോപ്പിംഗ് മാളിൽ പോയി. കുറെ അങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടി മിസ്സായി പോയി. ഈ ചെറിയ കുട്ടി മിസ്സായി പോയി. ആകെ വെപ്രാളപ്പെട്ട് ഓടി, വേർത്ത് കുളിച്ചു, കരഞ്ഞു. 2 മണിക്കൂർ തെരഞ്ഞിട്ട് കുട്ടിനെ കാണാനില്ല. എല്ലാവരും തെരഞ്ഞു. അത്രയും വലിയൊരു ഷോപ്പിംഗ് മാള്. 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കുട്ടിനെ കിട്ടി. വാരി കോരി എടുത്ത് കരഞ്ഞു, ചുംബിച്ചു, കെട്ടിപ്പിടിച്ചു. ഉടനെ അയാള് ഷോപ്പിംഗ് ഒക്കെ നിർത്തി. അയാൾ നേരെ പോവുകയാണ് ഒരു ട്രാവൽസിലേക്ക് പോവുകയാണ്. അയാള് നേരെ പോയിട്ട് നാട്ടിലേക്ക് ഒരു ടിക്കറ്റ് ഓക്കെ ആക്കി. ഫ്ലാറ്റിലേക്ക് അയാൾ ഓടിക്കതച്ച് ഫ്ലാറ്റിൽ വന്നു. ഭാര്യനോട് പറഞ്ഞു, ഞാൻ നാളെ രാവിലത്തെ ഫ്ലൈറ്റിൽ നാട്ടിലോട്ട് പോവുക. ഭാര്യ ചോദിച്ചു, എന്തേ ഇപ്പം എത്ര പെട്ടെന്ന് നാട്ടിലോട്ട് മടങ്ങാൻ? അപ്പം അയാൾ പറയാണ്, ഞാൻ ഷോപ്പിംഗ് മാളിൽ മോനെയും കൊണ്ട് പോയതായിരുന്നു, നിനക്കറിയാലോ. എൻ്റെ മോനെ എനിക്ക് മിസ്സായിപ്പോയി. 2 മണിക്കൂർ എൻ്റെ മോനെ മിസ്സായപ്പോൾ ഞാൻ അനുഭവിച്ച വേദന, സുബ്ഹാനല്ലാഹ്. 2 കൊല്ലായി എൻ്റെ അമ്മനെയും ഇപ്പനെയും പിരിഞ്ഞ് ഞാൻ ഇവിടെ. എൻ്റെ അമ്മ ഇപ്പം എത്ര വേദനയ്ക്കുണ്ടാവും. വെറും 2 മണിക്കൂർ എൻ്റെ മോനെ കാണാതിരുന്നപ്പം ഞാൻ അനുഭവിച്ച വേദന ഒരു പിതാവെന്ന നിലയിൽ എൻ്റെ ഉപ്പയും ഉമ്മയും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഫാമിലി സഹിതം അവിടെ സന്തോഷിച്ച് കഴിയുമ്പോൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഡ്രാഫ്റ്റ് അയച്ചു കൊടുക്കണ്ടല്ലോ എന്നാ. ആർക്ക് വേണം നിങ്ങളുടെ ഡ്രാഫ്റ്റ്? ആ ഉള്ളം കയ്യിലെടുത്ത് വെച്ച് ഒന്ന് തടവി കൊടുക്കാൻ നിനക്ക് സാവകാശം കിട്ടണില്ലെങ്കിൽ നിന്റെ ജീവിതത്തിന് എന്താ അർത്ഥം? ഇമാം റാസി, ലോകപ്രസിദ്ധ തഫ്സീറിന്റെ ഉടമയാണ് ഇമാം റാസി. ആ ഇമാം റാസിന്റെ ബാപ്പ മരിച്ചു. ഇമാം റാസിന്റെ ബാപ്പ മരിച്ചപ്പോ ഇമാം റാസി കരയാ. ഒരു മൂലയിൽ ഇങ്ങനെ നിന്നു. ബാപ്പാന്റെ മയ്യത്തൊക്കെ കബറടക്കിയതിനു ശേഷം ബാപ്പാന്റെ സ്വത്ത് ഓഹരി വെക്കുകയാണ്. ബാപ്പാന്റെ സ്വത്ത് മറ്റ് ബ്രദേഴ്സ് ഓഹരി വെക്കുകയാണ്. ഓഹരി വെക്കുമ്പോൾ ഇമാം റാസി പറഞ്ഞ്, എൻ്റെ ഉപ്പാക്ക് അമൂല്യമായൊരു സ്വത്ത് ഇവിടെ ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്രിയങ്കരമായൊരു സ്വത്ത്, എനിക്കത് മതി. ബാക്കി ഇപ്പാൻ്റെ എല്ലാ സ്വത്തും നിങ്ങൾ എടുത്തോളി. അപ്പം ബാക്കിയുള്ള സഹോദരന്മാർ ചോദിച്ചു, അതെന്താടാ? ഇമാം റാസിനോട് ചോദിക്കുക, അതെന്താണ്? അതെൻ്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്, എനിക്ക് ഉമ്മാനെ മതി. നിങ്ങൾക്ക് ബാപ്പ വിട്ടേച്ച് പോയ സ്വത്തല്ല വേണ്ടത്, അതൊക്കെ നിങ്ങൾ എടുത്തോളീ. ഇമാം റാസിക്ക് എങ്ങനെ സ്നേഹിക്കാൻ കഴിഞ്ഞ ഉമ്മാനെ? ഇമാം റാസി ഖുർആൻ പഠിച്ചു. മരിച്ചെടുത്ത് ഖുർആൻ ഓതല്ല മോനെ, ജീവിച്ചിരിക്കുമ്പോൾ ഖുർആൻ ഓതി പഠിച്ചു കുഞ്ഞുമോനെ. ഖുർആനോട് പഠിച്ചപ്പോൾ മനസ്സിലായി ഉമ്മ എന്താ ബാപ്പ എന്താ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് ഉമ്മ മരിച്ചപ്പോൾ ഏങ്ങി കരയുകയാണ്. കരച്ചിൽ ദീർഘമായി നിൽക്കുകയാണ്. ആഴ്ചകളോളം കരയുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് താബികളിൽ പ്രഗൽഭനായ പണ്ഡിതനാണ്. കുറേ ദിവസം കരഞ്ഞപ്പോൾ ആളുകൾ ചോദിച്ച്, ഇത് ശരിയല്ല കേട്ടോ, ഇതൊരു ജാഹിലിയ കരച്ചില, നമുക്കിങ്ങനെ കരയാൻ പാടില്ല. അദ്ദേഹം പറയാണ്, നിങ്ങൾ എന്താ എന്നെ പറ്റി മനസ്സിലാക്കി? ഉമ്മ മരിച്ചുകൊണ്ടല്ല കരഞ്ഞത്, ഉമ്മ മരിച്ചപ്പോൾ ഇവിടെ ഒരു സംഭവം ഉണ്ടായി, അത് ഓർത്തിട്ടാ കരഞ്ഞത്. അപ്പോൾ ചോദിച്ചു, അതെന്താ? ഉമ്മ ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ ഉമ്മാൻ്റെ കാല് തടവി കൊടുത്തിരുന്നു. തഹജ്ജുദ് നിസ്കരിക്കാൻ പോലും മാറ്റി വെച്ചിട്ട് ഞാൻ എൻ്റെ ഉമ്മച്ചിൻ്റെ കാല് തടവി കൊടുത്തിരുന്നു. അന്ന് അള്ളാഹു സ്വർഗത്തുനിന്നൊരു വാതിൽ എനിക്ക് തുറന്നു വെച്ചിരുന്നു. എൻ്റെ ഉമ്മച്ചി മരിച്ചപ്പോൾ ആ സ്വർഗത്തിൻ്റെ വാതിൽ അടഞ്ഞുപോയി. അതോർത്ത് കരയാം. ഞമ്മക്ക് എന്ത് സ്വർഗത്തിൻ്റെ വാതിൽ? കള്ളച്ചക്കന്മാരെ കൂടെ പോയിട്ട് കള്ള് ഷാപ്പിൻ്റെ ഡോർ ഉന്തി തുറന്ന് കള്ള് കുടിച്ച് ഓർമ്മയല്ലാതെ സ്വർഗത്തിൻ്റെ വാതിൽ ഓർമ്മയുണ്ടോ? വേശ്യാലയത്തിൻ്റെ വാതിലും കള്ള് ഷാപ്പിൻ്റെ വാതിലും ഓർമ്മയുള്ളൊരു പുതിയ തലമുറയല്ലാതെ ടൂറ് പോയിട്ട് കണ്ടോൻ്റെ കൂടെ നിരങ്ങി ജീവിച്ച് അവിടെ പൂസായിട്ട് തിരിച്ചു പോകുന്ന ഓർമ്മയല്ലാതെ ഏത് സ്വർഗത്തിൻ്റെ വാതിൽ? ഏത് സ്വർഗത്തിൻ്റെ വാതിലിനെ കുറിച്ചാണ്?
ഏത് സ്വർഗം വന്ന് വിളിച്ചാലും അല്ലേ, അങ്ങനെ ഒരു പ്രേമകവിത അല്ലേ, ഏത് സ്വർഗം വന്ന് വിളിച്ചാൽ എനിക്കെന്താ, എനിക്ക് കാമുകി മദീന അല്ലേ. അല്ലേ നമ്മുടെ അവസ്ഥ അതല്ലേ. സ്വന്തം മാതാവിനെ എത്രത്തോളം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കടപ്പാടാരോടാ? ഉമ്മുക്ക ഉമ്മുക്ക ഉമ്മുക്ക. സ്വർണ്ണമടൽ ഉമ്മാക്ക്, വെള്ളിമടൽ ഉമ്മാക്ക്, വെങ്കലം ഉമ്മാക്ക്. മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാന്റെ കോപം, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാന്റെ തൃപ്തി. എന്നിട്ട് പ്രേമിച്ചിട്ട് കണ്ടോന്റെ കൂടെ ഓടുക, പ്രേമിച്ചിട്ട് കണ്ടോന്റെ കൂടെ ഓടുക അല്ലേ. ആലോചിച്ച് നോക്കണം നിങ്ങൾ. കൊയിലാണ്ടി കോടതിയിലൊരു കേസ് വന്ന്, ഒരു കുടുംബത്തിൽ ഒറ്റ മോള് മുസ്ലിം കുടുംബത്തിൽ നിന്ന് ഒരു കോളനിയിൽ, കള്ള് കാച്ചുന്ന കോളനിയിലെ ഒരു ഹിന്ദു ചെക്കൻ്റെ കൂടെ ഒളിച്ചോടി. കോടതിയിൽ കേസ് വന്നപ്പോൾ ഉമ്മയിപ്പേ കോടതിയിൽ, മോളും അപ്പുറത്ത് കാമുകനും. ജഡ്ജി ചോദിക്കുന്നു, മോളെ ആരെ കൂടെയാ പോണത്? എനിക്ക് ഈ കാമുകനെ മതി. അത് കേട്ടപ്പോൾ ഉമ്മ ബോധം കെട്ടു വീണു. അപ്പൊ ഈ മോള് ജഡ്ജിനോട് പറയാണ് അത് ഉമ്മ അഭിനയിക്കുകയാണ്. ആലോചിച്ചു ഇന്നത്തെ ഒരു തലമുറ. എന്നിട്ട് എന്തേ ഉണ്ടായത്? ഒന്നുമില്ല. കരിമ്പിൻ ജ്യൂസ് അടിക്കുന്ന മിഷ്യൻ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? കണ്ടിട്ടുണ്ടോ എല്ലാവരും? കണ്ടിട്ടുണ്ടോ കരിമ്പിൻ ജ്യൂസ് അടിക്കുന്ന മിഷ്യൻ? കരിമ്പ് ഇങ്ങനെ ഇടും, പിന്നെ അവിടെ നിന്ന് എടുക്കൂ, വീണ്ടും ആക്കൂ, പിന്നെ അവിടെ നിന്ന് എടുക്കൂ, ഇടക്കൂ, അങ്ങനെ ഫുള്ള് ചണ്ടി ഉറ്റിയതിന് ശേഷം, ചണ്ടി നീര് ഉറ്റിയതിന് ശേഷം ചണ്ടി എറിയില്ലേ, അതുപോലെ കോളനിയിൽ വെച്ചോ കായ്ച്ച വെച്ചല്ലേ എല്ലാവരും ഈമ്പിയതിന് ശേഷം റോട്ടിലേക്ക് കിട്ടേച്ച്. കരിമ്പായാലും മണ്ടിയിൽ, ഉണങ്ങിയതായാലും മണ്ടിയിൽ ആ തള്ള എടുത്തുണ്ട് ഇതിനെ. മനസ്സിലായോ? അള്ള കൊടുത്ത ശിക്ഷയെ ആലോചിക്കണം, ആലോചിക്കണം. അള്ള ശിക്ഷിച്ചു കളയും, പടച്ചോൻ ശിക്ഷിച്ചു കളയും മാതാപിതാക്കളോട്. അതാ ജുറൈജിന്റെ കഥ. ജുറൈജ് പർണശാല കെട്ടി, പക്ഷെ മാതാവ് വിളിച്ചപ്പോ കേട്ടില്ല. നീ വേശ്യയെ കണ്ടിട്ടല്ലാതെ മരിക്കല്ലേ എന്ന ശാപം അല്ലേ, ശാപേറ്റു വാങ്ങിയില്ലേ. സംഭവം എല്ലാവർക്കും അറിയാം, ഞാൻ പറയില്ല. മാതാപിതാക്കളതാ. ആരാ ഭാര്യ, ആരാ ഭർത്താവ്? ഖുർആൻ പറയട്ടെ, ഹുന്ന ലിബാസുല്ലകും വഅൻതും ലിബാസുല്ലഹുന്ന. ഭാര്യ ഭർത്താവിന് വസ്ത്രമാണ്, ഭർത്താവ് ഭാര്യക്ക് വസ്ത്രമാണ്. അതുകൊണ്ടാണ് തെയ്യാലയിലെ പെണ്ണ് കഴുത്തിൽ കത്തിയച്ച് ഇങ്ങനെ അറുത്ത് കാളക്കുട്ടീനെ അറക്കണമായിരി. മാപ്പിളച്ചി പെണ്ണേ കാമുകന്റെ കൂടെ തെണ്ടി തിരിഞ്ഞു പോവാനേ ഓള് ഭർത്താവിന്റെ കഴുത്ത് കത്തിയച്ച്, ഭാര്യന്റെ കഴുത്ത് കത്തിക്കുന്ന ഭർത്താവ്. ആലോചിക്കണം. ഈ സമുദായം ഇങ്ങനെ കേടുവരാനുള്ള കാരണം എന്താ പറയുക? വെള്ളിയാഴ്ച ഖുതുബ അറബിയിൽ നടക്കണം എന്നുള്ളതാണ് ഒരു കാരണം. മുസ്ലിം ഉമ്മത്ത് കേടുവരാനുള്ള കാരണം എന്താ പറയുക? പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പാടില്ലായിരുന്നു, അതുകൊണ്ട് ഓല് ഇങ്ങനെ ആയിപ്പോയത്. ഞാൻ പറയാ, ഇങ്ങനെ ആകണ പെണ്ണുങ്ങൾ നിങ്ങൾ 100 ആളെടുത്തോ, 90 ആളും അറബിയിൽ ഖുതുബടക്കുന്ന മഹലിൽ പള്ളിയിൽ പോകാത്ത പെണ്ണുങ്ങളായിരിക്കും. പള്ളിയിൽ പോകുന്ന പെണ്ണുങ്ങൾക്ക് ഇതൊന്നും സംഭവിക്കുന്നില്ല എന്നല്ല കേട്ടോ, അതുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അതിനാളല്ല. പക്ഷെ താരതമ്യേന കുറവാ. പള്ളിയിൽ ഖുതുബ കേട്ടിട്ട് ഒരു നന്നാകുന്നുണ്ട്. നന്നാകാൻ ഒരു ചാൻസ് ഇല്ല വെള്ളിയാഴ്ച. ഉണ്ടോ? ഞാൻ വെറുതെ പറയല്ല, അറബി ശബ്ദം കേട്ടുപോരാൻ. വെള്ളിയാഴ്ച മുസ്ലിങ്ങൾക്ക് എത്ര നിർബന്ധമായിട്ടൊരു ഖുതുബ കിട്ടിയിട്ട് അതിലൂടെ ജനങ്ങളെ റസൂലിന്റെ ഖുതുബനെ പറ്റിയാ പറയുന്നത്. നബി ഖുർആൻ ഓതിയിട്ട് ജനങ്ങൾ അങ്ങോട്ട് കരയിപ്പിക്കുന്നു. അങ്ങനെ ജനങ്ങൾ നന്നാവും. ഒരു ദിവസം നബി നരകത്തെ പറ്റിയായിട്ട് പറഞ്ഞു. കരഞ്ഞിട്ട് റസൂലും സഹാബത്തും. ഖുതുബ കഴിഞ്ഞിട്ടും പോയില്ല അവരാരും. നിസ്കാരം കഴിഞ്ഞു, ജുമയും കഴിഞ്ഞു, ഫന്തശിറൂ ഫിൽ അർള് എന്നിട്ടും പോയില്ല അവര്. നരകത്തെക്കുറിച്ചോർത്ത് വിങ്ങി പൊട്ടിക്കരഞ്ഞു. ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾ അറബിയിൽ ഖുതുബ കേട്ട് ജീവിച്ചിട്ട് പിന്നെ മലയാളത്തിൽ ഖുതുബ കേട്ട് നോക്ക്, ഓൻ്റെ ജീവിതം ഇങ്ങനെ നന്നാകുന്നത് കാണാം. ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾ 2 പുത്തനത്താണിന്ന് ഏറ്റവും വൃത്തികെട്ട 2 യുവാക്കളെ നിങ്ങൾ സെലക്ട് ചെയ്തോ. 2 യുവാക്കളെ, ഏറ്റവും കച്ചറ കളിക്കുന്ന 2 യുവാക്കളെ മുസ്ലിങ്ങളിൽ. അതിലൊരാളെ നിങ്ങൾ പുത്തനത്താണിയിലെ മുജാഹിദ് പള്ളിയിൽ വിടുക ഖുതുബ കേൾക്കാൻ, ഒരാൾ അറബിയിൽ ഖുതുബ എടുക്കുന്ന പള്ളിയിലും. 6 മാസം കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ബ്ലഡൊക്കെ ചെക്ക് ചെയ്യല്ലോ, ഷുഗറിന് എന്തെങ്കിലും വല്ല തയ്യാറോ കുറവോ കൂടുതലുണ്ടോ എന്ന്. അങ്ങനെ ഓനൊന്ന് ലാബ് കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റോന് കാട്രായിൻ്റെ അളവ് കൂടുതലും ഇവന് കാട്രായിൻ്റെ അളവ് കുറഞ്ഞു വരുന്നതായി കാണാം. 2 കള്ളുടിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരെ ഒന്ന് AP പള്ളി പറഞ്ഞേക്കുക, ഒന്ന് മുജാഹിദ് പള്ളിയിലും. മുജാഹിദ് പള്ളിയിൽ പോയോൻ്റെ ആൽക്കഹോളിക് കണ്ടൻസ് കുറഞ്ഞു വരും. മറ്റോൻ്റെത് 1 ലിറ്റർ ആയിരുന്നെങ്കിൽ 3 ലിറ്ററായി കൂടിയിട്ടുണ്ടാവും. കാരണം ഓൻ ഉസ്താദ് പറയുന്നൊന്നും മനസ്സിലായിട്ടില്ല. പള്ളിക്ക് കുഴപ്പമില്ല, അറബി ഭാഷക്കും കുഴപ്പമില്ല, കുഴപ്പം സാധാരണക്കാരനോട് തിരിയില്ല എന്നാ. من رسول إلا بلسان قومه ليبين لهم فيضل الله من يشاء ويهدي من يشاء وهو العزيز الحكيم. ഏതൊരു ദൈവദൂതനെയും
തൻ്റെ ജനതയ്ക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ ഭാഷയിലല്ലാതെ നാം നിയോഗിച്ചിട്ടില്ല. അവരുടെ ഭാഷയിലല്ലാതെ നാം നിയോഗിച്ചിട്ടില്ല. അവരുടെ ഭാഷയിലല്ലാതെ നാം നിയോഗിച്ചിട്ടില്ല. എന്തിനാണത്? മലയാളക്കരയിൽ മലയാളത്ത് പറയുന്നത് എന്തിനാ? ലിയുബയ്യിന ലഹും, അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ. മനസ്സിലായി നിങ്ങൾക്ക്? PJ സൈനുൽ ആബിദീനുണ്ട്. അന്നമാറുകളെ, തായ്മാറുകളെ, നല്ലപടിയായി യോസിച്ച് മാറുങ്ങൾ. അത് ഓരോട് പറഞ്ഞ ഓർക്ക് മനസ്സിലാവും. ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ്, ഹീബ്രു ഭാഷയാണ്. ഈസാ നബിന്റെ വയറാ. നിങ്ങൾക്ക് മനസ്സിലായിപ്പോ? എനിക്ക് മനസ്സിലായി. ഞാൻ പഠിച്ചോണ്ട് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല. നേരെ ചെയ്യാൻ പറ്റുന്ന മോനെ കാതറേ ഇജ്ജവിടെ ഇരിക്കുക. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അല്ല പറയാൻ, പടച്ചോൻ പറയാൻ. എന്താ പടച്ചോൻ പറയണേ? എന്താ പടച്ചോൻ പറയണേ? മലയാളക്കരയിൽ ഒരു നബീനെ അയച്ച ആ നബി മലയാളത്തിലാ ഖുതുബടുത്തുകയെന്ന് റബ്ബ് പറയാ. അറബിയിലല്ല, റബ്ബാ പറയണ്. ആകാശത്തിന്റെ ചുട്ടിലെ നാഥൻ. മൊയ്ലിയാരല്ല, മൗലവി അല്ല. മാറിക്കോളി, നന്നായിക്കോളി, ചാടിക്കോളി. ഈ കപ്പലിൽ കയറിക്കോളാം. കപ്പൽ മുങ്ങും. ആ ടൈറ്റാനിക് കപ്പൽ മുങ്ങും. ആ കപ്പൽ അറബി ഭാഷയിൽ ഖുതുബടുത്തുന്ന കപ്പൽ മുങ്ങും. ഇഹത്തിലും മുങ്ങും, പരത്തിലും മുങ്ങും. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയാൻ, ഇതൊക്കെ എന്തുകൊണ്ടാണ് നടക്കണം? ഈ അടുത്ത കാലത്ത് ഒരു കല്യാണം നടന്നു. ഒരു കല്യാണം, മാഷാ അല്ലാ മാഷാ അല്ലാ എന്ന് ഞാൻ പറയാണ്. ഒരു കല്യാണം നടന്നു. ഒരു ചെറുപ്പക്കാരൻ, ഗൾഫിൽ ജോലി ചെയ്യുന്നൊരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചു. 2 മാസം ഭാര്യയുടെ കൂടെ വന്നു. ആത്മാർത്ഥമായ സ്നേഹവും ബന്ധവും. അതെ, ആത്മാർത്ഥമായ. أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. ലേ അങ്ങനെയല്ലേ പറഞ്ഞത്? അങ്ങനെയല്ലേ പറഞ്ഞത്? അവളിലേക്ക് സമാധാനം അടയാൻ. ഖുർആനിലെ 30-ാം അധ്യായം സൂറത്ത് റൂം 21-ാമത്തെ വചനം. അത്ര സ്നേഹം അല്ലേ? അങ്ങനെ 2 മാസം ഭാര്യയുടെ കൂടെ നിന്നു. ഗൾഫ് പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഭർത്താവിനൊരു ഫോണ് ഭാര്യനെ പറ്റി. അവളെന്തോ തോന്നിയ ചെയ്തെന്നാ? അല്ല, അവൾക്ക് ബ്രെയിൻ ട്യൂമറാണ്, മാരകമായ രോഗമാണ്, ഒക്കെ രക്ഷപ്പെടാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു ഭർത്താവ് താങ്ങോ? 2 മാസം കൂടിയ ആദ്യത്തെ ജീവിതത്തിൻ്റെ തുടക്കം. ഭാര്യയ്ക്ക് രോഗം, അതും ക്യാൻസർ, വമ്പിച്ച പ്രശ്നം, അതും തലച്ചോറിൽ. രക്ഷപ്പെടില്ലെന്ന വിധി. എന്നിട്ട് എന്താ ഉണ്ടായത് അറിയങ്ങള്? ആ ഭാര്യൻ്റെ കുടുംബക്കാർ പറയണം, മോനെ ജോളോ ഒഴിവാക്കിക്കോ, ഓളെയും രക്ഷപ്പെടില്ല, ജോളോ ഒഴിവായിക്കള, ഇജ്ജ് വേറെ നോക്കിക്കോ. ഈ ചെറുപ്പക്കാരൻ്റെ വീട്ടുകാരും പറയാണ്, ഇനി വേണ്ട, ഒഴിവാക്ക. അവരും പറഞ്ഞില്ലേ? അപ്പം അവൻ പറഞ്ഞു, പറ്റില്ല, എനിക്ക് പറ്റില്ല, അവളെ ഒഴിവാക്കാൻ എനിക്ക് പറ്റില്ല. എന്നിട്ട് ഇവർ ചെയ്യണേ എന്താ അറിയങ്ങള്? ഡോക്ടറെ കൊണ്ട് വിളിപ്പിക്കുകയാണ് ഗൾഫിലേക്ക്. മോനെ ഞാനാണ് അവളെ നോക്കണത്, ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒന്നും ചെയ്തെടുക്കാറില്ല, അവൾ കുറഞ്ഞ ദിവസം കൊണ്ട് മരിച്ചു പോകുന്നു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ അയാളോട് ചോദിക്കണം, നിങ്ങൾ ഡോക്ടറല്ലേ? നിങ്ങളുടെ ഡ്യൂട്ടി മരിപ്പിക്കലല്ല, നിങ്ങൾ ഡ്യൂട്ടി മരിക്കാൻ പോകുന്നവനെ ജീവിപ്പിക്കല. അതുകൊണ്ട് നിങ്ങളിൻ്റെ ഭാര്യനെ നോക്കണം. ഓൾ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണ്ട, അത് തീരുമാനിക്കുക ഒരാൾ മേലെയുണ്ട്. എന്നിട്ട് അവൻ ഗൾഫിൽ നിന്ന് ടിക്കറ്റ് ഒക്കെ ആക്കി ഓടി ഇങ്ങോട്ട് വന്ന് നേരെ പോയത് ഉമ്മാൻ്റെ അടുത്തേക്കല്ല, ഭാര്യയുടെ അടുത്തേക്കല്ല, നേരെ പോയത് ഡോക്ടറുടെ അടുത്തേക്കാ. ഡോക്ടറുടെ കേബിനിൽ കയറിയും, ഡോക്ടറെ നിങ്ങൾ ഫോൺ ചെയ്ത ചെറുപ്പക്കാരൻ ഞാനാ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പോനെ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഞാൻ എൻ്റെ ലൈഫ് കണ്ടിട്ടില്ല. ഭാര്യ മരിക്കുന്നൊരു ഡോക്ടർ ഡിക്ലെയർ ചെയ്തിട്ടും പറഞ്ഞിട്ടും നിനക്ക് ബോധ്യപ്പെട്ടില്ല അല്ലേ? അപ്പോൾ അവൻ പറയാണ്, ഡോക്ടറെ ഞാനൊരു മുസ്ലിമാണ്, ഡോക്ടറെ അതിലുപരി ഞാനൊരു മുജാഹിദാണ്, ഡോക്ടറെ ഞാൻ 2 മാസങ്ങൾക്ക് മുമ്പ് അവളുടെ ഉപ്പാൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു വാചകം പറഞ്ഞിരുന്നു, നിങ്ങളുടെ മകൾ ഇന്നവളെ ഇത്ര സ്വർണ്ണാഭരണം നിശ്ചയിച്ച് നിങ്ങൾ എനിക്ക് വിവാഹം ചെയ്തു തന്നതിനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന്. ഡോക്ടറെ അതിൽ മീസാക്കൻ ഖലീല എന്നാ പറയാ. സുദൃഢമായ കരാറ് ലംഘിക്കൽ മുനാഫിക്കിന്റെ പ്രത്യേകതയാണ്. അവൾ എൻ്റെ പ്രാണപ്രേയസിയാണ്, അവൾ എൻ്റെ ജീവനാണ്. അവൾക്ക് രോഗം വന്നത് അവളുടെ കുറ്റം കൊണ്ടല്ല, എൻ്റെ കൂടെ ജീവിക്കാൻ കൊതിച്ചവളാ അവള്. ഇക്കാക്ക പോകരുതേ എന്നോട് കെഞ്ചിയടാ അവള്. അവൾ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, അവൾ എൻ്റെ പ്രാണപ്രേയസിയാ. അവളെ നിങ്ങൾ ചികിത്സിച്ചോളൂ, മരിച്ചോ ജീവിച്ചോ അത് നമ്മുടെ വിഷയമല്ല. അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ. അവൾക്ക് രോഗം മാറി, ഇന്നവർ ശാന്തമായി ജീവിക്കും. മുസ്ലിങ്ങളുടെ കല്യാണ സദസ്സിൻ്റെ അവസ്ഥ എന്താ? ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ 5 കണ്ടിയിൽ ഒരു കല്യാണം. കണ്ണൂരിൽ ഞങ്ങൾ പോയിട്ട് ആ കല്യാണത്തിനെതിരെ പ്രസംഗിച്ചു. CP സലീംക്കായും ഈ ഉള്ളവനും എല്ലാം. എന്താ കല്യാണം? നിങ്ങളെല്ലാവരും ഇവിടെയുള്ള ചെറുപ്പക്കാരാലോചിക്കണം. ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ മോളെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ മോളെന്താ പ്രതീക്ഷിക്കുന്നത്? ഇനി അങ്ങോട്ട് ദീർഘമായ ഒരു കാലയളവ്, നല്ലൊരു ജീവിതം, നല്ലൊരു
ജീവിതം. അതിന് ഞങ്ങളോടൊക്കെ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക, നമ്മുടെ യുവത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. നമ്മുടെ വീട്ടിലേക്ക് വാപ്പാൻ്റെ മയ്യത്ത് കൊണ്ടുവരുമ്പോൾ ഉമ്മച്ചി വിചാരിക്കുമോ ബാപ്പാൻ്റെ കൂടെ ഇനി ഒരു നല്ല ജീവിതം കിട്ടുമെന്ന്? ബാപ്പാൻ്റെ കൂടെ നല്ലൊരു ജീവിതം കിട്ടുമെന്ന് ഉമ്മച്ചി വിചാരിക്കുമോ? ബാപ്പാന്റെ മയ്യത്ത് ശവമഞ്ചത്തിലേറ്റി കൊണ്ടുവരുമ്പോ എന്റെ ഉമ്മാക്കൊരു ജീവിതം കിട്ടുമെന്ന് ആ മക്കൾ വിചാരിക്കുമോ? ഭർത്താവിന്റെ മയ്യത്ത് കബറിലേക്ക്, ആ മയ്യത്ത് ശവമഞ്ചത്തിലേറ്റി കൊണ്ടുവരുമ്പോ ഭാര്യ വിചാരിക്കുമോ എനിക്ക് ഇയാളെ കൂടെ ജീവിതം ഉണ്ട്? ശരിക്കും കണ്ണൂരത്തെ പെൺകുട്ടി ചെയ്യേണ്ടിയിരുന്നത് എന്താ അറിയോ? ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പുരുഷനെയാണ്, മരിച്ച മയ്യത്തിനല്ല. നിങ്ങളോനെ മയ്യത്ത് കെട്ടിക്കിടത്തിയല്ലേ കൊണ്ടുവന്ന്? ആ മരിച്ച മയ്യത്തിനെ കല്യാണം കഴിക്കാൻ ഞാൻ ചത്തിട്ടില്ല, ഇവിടെ ഞാൻ ജീവിച്ചിരിക്കുന്നതായിരുന്നു ആ മോള് പറയേണ്ടത്. അത് പറയാനുള്ള നട്ടല്ല കുട്ടിക്ക് ഇല്ലാതെ പോയി. ജീവിതത്തിന്റെ സ്വപ്നം കാണുന്ന കാലത്താണ് മയ്യത്താക്കി കൊണ്ടിരുന്നത്. അതിന്റെ കാരണം എന്താ അറിയോ? അതിന്റെ കാരണം മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാരാണ്. ഓലെ ഞാൻ വിടൂല, നിങ്ങൾക്ക് ആരെ പിടിക്കുക, പക്ഷെ ഇവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാരില്ലേ, നമുക്ക് താടിയും തലപ്പാവും ധരിച്ച ആ നടക്കുന്ന ആളുകൾ, ഓലാണ് ഇതിന്റെ കാരണം. ഈ കല്യാണമൊക്കെ നടക്കണതിന്റെ കാരണം ഓല ഈ ഉമ്മത്തിനൊന്നും പകർന്നു കൊടുത്തില്ല. ഓല് ജനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വസൂലാക്കി. ഹദ്ദാദും റാത്തീബും മൗലൂദും കുത്താർ റാത്തീബും ഒക്കെ കഴിച്ചിട്ട് അല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം താനൂർ പ്രസംഗിച്ചിട്ട് പോവുകയാണ്. ആ പോണ പോക്കിലാണ് കടലുണ്ടിയിൽ ഖലീൽ തങ്ങൾ സലാത്ത് എടുക്കണം. മൂപ്പര് സ്റ്റേജിൽ, ഓപ്പൺ സ്റ്റേജിൽ കുത്തനക്കുക. എന്നൊരു സലാത്ത് ആയിരക്കണക്കിന് മനുഷ്യന്മാർ. അപ്പം ഞാൻ അവിടെ മനുഷ്യന്മാരോട് അതേ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവിടെ നിന്ന് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ സുഹൃത്തുക്കൾ പറയണത് നല്ലൊരു ഡയലോഗാണ് പറഞ്ഞ്. എന്താ ഡയലോഗ് അറിയങ്ങൾ? കൊടുത്തോരുണ്ടല്ലോ ഉസ്താദുമാർക്ക് പൈസ കൊടുക്കണോല്ലേ, ഓലൊക്കെ ഒന്നും ദരിദ്രരാ, ഉസ്താദുമാർ സമ്പന്നരാ. സത്യമാണ് മക്കളെ, നമ്മൾ കൊടുക്കും സലാത്തിൻ്റെ പേരിൽ, പലതിൻ്റെ പേരിൽ. 41 കോടി കാന്തപുരം ഉസ്താദിൻ്റെ അടുത്തുണ്ട്. എവിടെ പള്ളി ഷെയറേ മുബാറക്ക് എവിടെ? ഉസ്താദ് മിണുങ്ങി, വേറൊന്നുമില്ല. ആ എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഇതിൽ നിന്നൊരു മോചനം നമുക്ക് വേണ്ടേ? ഒരു മോചനം നമുക്ക് വേണ്ടേ? എന്താ നമ്മുടെ മഹൽ എന്നാത്ത് ഈ ജാതി കല്യാണം JCBൻ്റെതില്ലേ, പിന്നെ ഓനെ തുണി ഉടുപ്പിച്ച് ചെണ്ട മുട്ടിച്ച് കൊണ്ടുവരിക, പിന്നെ കല്യാണം കഴിഞ്ഞാൽ ഓനെ ഫോൺ വിളിച്ച് റോട്ടിലേക്ക് ഇറക്കി കൊണ്ടുപോയിട്ട് ഓനെ കാറിൽ കയറ്റിയിട്ട് കൊണ്ടുപോവുക. എന്നിട്ട് ഭാര്യ മണിയറയിൽ ഒറ്റക്ക് നിൽക്കുക, ഓനെ തൃശ്ശൂരോ മൈസൂരോ കൊണ്ടുപോവുക. ആര്? ഹിന്ദു അല്ല, ഒരൊറ്റ ഹിന്ദു കുടുംബത്തിൽ ഈ ജാതി കല്യാണം നടക്കണില്ല. മുസ്ലിം സമുദായം മഹല്ലെന്താ, നിങ്ങൾ പൈസ തന്നാൽ മതി, വേറെ എന്താ ആഭാസം ആയിക്കോളി. ഇന്ന് ഉസ്താദുമാർ സർട്ടിഫിക്കറ്റ് കൊടുത്തു, കൊടുത്ത മഹലില്ല. അതൊക്കെ അത് നല്ലോണം മനസ്സിലായിക്കോളി നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി മനസ്സിലാക്കിക്കോ, ഈ ഉമ്മത്ത് നന്നാകാൻ ഖുർആനിലേക്കോ സുന്നത്തിലേക്ക് മടങ്ങിക്കോളി. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ആ ഖുർആനിലേക്കുള്ള മടക്കമല്ലാതെ ഒരു രക്ഷ ഈ ഉമ്മത്തിനില്ല. ഇനി ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ, ഇസ്ലാം ആധുനിക ലോകമാണ് നമ്മൾ ജീവിക്കുന്നത്. ആധുനിക ലോകത്തന്നെ നമ്മൾ ജീവിക്കുന്നത്. കേരളത്തിൻ്റെ ഒരു അവസ്ഥകൾ ആലോചിച്ച് നോക്കും. നരനായാട്ട് നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ. ഖുർആൻ അഭിഷേകമായി നൽകുന്ന ചില മാർഗദർശനമുണ്ട്. അള്ളാന്റെ ഗ്രന്ഥം ലോകത്തിന് നൽകുന്ന ചില മാർഗദർശനമുണ്ട്. അതിലേറ്റവും പ്രധാനമാണ്, ഞാനിത് ഓരോന്ന് പറഞ്ഞു പോവുകയാണ്, ഓരോ വിഷയങ്ങൾ ഗൗരവപ്പെട്ടത് പറഞ്ഞു പോവുകയാണ്. ഭാര്യാഭർത്തൃ ബന്ധമാണ് ഞാൻ പറഞ്ഞു, മാതാപിതാക്കളുടെ ബന്ധം ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾ കേട്ടോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല 5-ാം അധ്യായം സൂറത്ത് മാഇദ 28-ാമത്തെ വചനം. ഒരു മുസ്ലിമിന്റെ നിലപാട് എന്താവണം? ഒരു മുസൽമാന്റെ, അതായത് ഇന്ത്യയെ, ഞാൻ തെളിച്ചു പറഞ്ഞോട്ടെ, കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങൾ ഉത്തരേന്ത്യയിൽ നടക്കണമൊക്കെ അവിടെ നടക്കണത്. ഉത്തരേന്ത്യയിൽ നടക്കണതിനേക്കാൾ അപ്പുറത്ത് ഇവിടെ നടക്കാൻ പോണു. ഇപ്പം ഇന്നും ഇന്നലെയൊക്കെ എന്താ, ബോംബ് ഇങ്ങനെ കിട്ടുകയാണ് പോലീസുകാർക്ക്. ബോംബ് കിട്ടുക എവിടുന്ന് കിട്ടുന്നത്? രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളിൽ നിന്ന്, അവരുടെ കാര്യാലയങ്ങളിൽ നിന്ന്. മതസംഘടനകളേതല്ല. അതെല്ലാവരും പോലീസുകാരോടും എനിക്ക് പറയാനുള്ളത്, രാഷ്ട്രീയക്കാരോടും പറയാനുള്ളത്, നിങ്ങളാണ് കുഴപ്പം. നിങ്ങളാണ് ബോംബും ഇതുണ്ടാക്കി മതത്തെ അതിൽ കൂട്ടുപിടിച്ചത്. അത് നിങ്ങൾ അംഗീകരിക്കുന്നു, നിങ്ങൾ സമ്മതിക്കാറുണ്ട്. എഴുതിയ എല്ലാ എഴുത്തുകാരും പറയാറുള്ളത് എന്താ അറിയോ? രാഷ്ട്രീയക്കാർ മതത്തെ ദുരുപയോഗം ചെയ്തപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടായത്. ഞങ്ങൾ തുറന്നു പറയുന്നു, അതെ, അത് മാത്രമാണ്. മതം മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടില്ല. മത സമൂഹം അവർ ജനങ്ങളെ ചൂഷണം ചെയ്തിട്ടുണ്ട്, വഞ്ചിച്ചിട്ട് ചതിച്ചിട്ടുണ്ട്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതിന് ഉപയോഗിച്ച മേഖലകളിൽ നിങ്ങൾ ഗൗരവമായി, ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ ബോംബെടുത്തല്ലോ, ഒന്നെടുത്തല്ലോ, പലതും നാദാപുരത്തു നിന്ന് എടുത്തല്ലോ, കണ്ണൂരിൽ നിന്ന് എടുത്തല്ലോ, കാഞ്ഞങ്ങാട് നിന്ന് എടുത്തല്ലോ, അതുപോലെ നെടുമങ്ങാട് നിന്ന് എടുത്തല്ലോ. എവിടെ നിന്ന് എടുത്തത്? മതാലയത്തിൽ നിന്നാ, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഓഫീസിൽ നിന്നാ, ഇവിടുത്തെ സമസ്തക്കാരുടെ ഓഫീസിൽ നിന്നാ, ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഓഫീസിൽ നിന്നാ, ദക്ഷിണ കേരള ഓഫീസിൽ നിന്നാ അല്ല. ഒരു രാജ്യത്തിൻ്റെ, ഒരു നാടിൻ്റെ സ്വസ്ഥത തകർക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നവർ. ഞാൻ ആത്മാർത്ഥമായി പറയാം, ഖുർആനിലെ 5-ാം അധ്യായം 28-ാമത്തെ വചനം. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് പറയണം, ഖുർആൻ എന്ത് നൽകുന്നു നമുക്ക്? കേട്ടോളേ. എന്നെ കൊല്ലാൻ വേണ്ടി, ഇക്കാക്കാനോട് പറയാണ് അനുജൻ, ആദം നബിയുടെ 2 മക്കളിൽ ഹാബീലും കാബീലും, എന്നെ കൊല്ലാൻ വേണ്ടി എൻ്റെ സഹോദരാ, നീ എൻ്റെ നേരെ നിന്റെ കൈകൾ നീട്ടിയാലും
നിന്നെ കൊല്ലാൻ ഇക്കാക്ക സഹോദര ഞാൻ എൻ്റെ കൈ നിന്റെ നേരെ നീട്ടുകയില്ല. ചെറുപ്പക്കാർ നല്ലോണം ആലോചിച്ചോളൂ. ഇങ്ങോട്ട് അടിച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് അടിക്കും, ഇങ്ങോട്ട് കുത്തിയാൽ ഞങ്ങൾ അങ്ങോട്ട് കുത്തുന്നാണല്ലോ മെഞ്ഞാന്ന് പറഞ്ഞ്. വാടാനപ്പള്ളിയിലൊക്കെ കത്തിയോണ്ട് പള്ളക്ക് കീച്ചോല് പറഞ്ഞത് എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞാൽ ഇങ്ങോട്ട് കുത്തിയാൽ ഞങ്ങൾ കുത്തും, അങ്ങോട്ട് കുത്തിയാൽ ഞങ്ങൾ കുത്തും. നിങ്ങൾ ഏത് ഇസ്ലാമാണെന്ന് ഞാൻ ഈ വേദി ചോദിക്കണു. നിങ്ങൾ ഏത് ഖുർആനെയാണ് ഫോളോ ചെയ്യുന്നത്? കേട്ടോ, എന്നെ കൊല്ലാൻ വേണ്ടി എൻ്റെ നേരെ കൈ നീട്ടിയാൽ ഞാനും നിന്നെ കൊല്ലാൻ കൈ നീട്ടുന്നല്ല, ഞാൻ നീട്ടൂലാന്ന്. ഓനാ സ്വർഗത്ത് പോവുക. അത് ഭീരുത്വം കൊണ്ടല്ല, അതാണ് ശരിക്കുള്ള ധൈര്യം. ഇന്നമ ശദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്ന റസൂൽ പറഞ്ഞു. മൽപിടുത്തത്തിൽ ഒരുത്തനെ അടിച്ചിടുന്നവനല്ല, കോപം വരുമ്പോൾ ഒതുക്കി വെക്കുന്നവൻ. ഇന്നമ ശദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ് എന്നാ പറയണേ. അവിടെയാണ് കാതലായി നമ്മൾ ചിന്തിക്കേണ്ടത്. അറിയോ എന്താ പറയണേ? കാക്ക, നീ എന്നെ കൊല്ലാൻ കൈ നീട്ടിയാലും ഞാൻ നിന്നെ കൊല്ലാൻ കൈ നീട്ടൂല. അതിന് കാരണം പറയണെന്തറിയോ? കാക്ക, ഞാൻ ദുർബലനാണ്, എനിക്ക് കൈക്ക് ശേഷിയില്ല, നല്ല മസിൽ പവർ കാക്ക ഇലിക്കുണ്ട്. ഞാൻ കുത്തിയാൽ നിന്റെ പല്ല് കൊയ്യൂ കാക്ക. പക്ഷെ നീ ഞാനും തമ്മിൽ അടിസ്ഥാന വ്യത്യാസമുണ്ട്. ഞാൻ വേദമനുസരിച്ച് അള്ളാനെ പേടിച്ച് ആഖിറത്തെ പേടിച്ച് ജീവിക്കുന്ന ആളാണ് ഞാൻ. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. കാക്ക, നീ തെരുവ് കാണിക്കുന്ന ഈ വൃത്തികേടുണ്ടല്ലോ, അത് കാണിക്കാൻ എന്നെ കിട്ടൂല കാക്ക. അള്ളാൻ്റെ മുമ്പ് ചെന്ന് നിന്ന് വിചാരണ നേരിടുന്ന വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോടും SDPIക്കാരോടും സോളിഡാരിറ്റിക്കാരോടും മുജാഹിദുകളോടും ഒക്കെ പറയും, ഇതാണ് ഒരു മുക്മിൻ. ഒരു മുക്മിൻ്റെ പ്രത്യേകത എന്താ? നിന്റെ കൈ അങ്ങനെ വെറുതെ നീളൂല. ഞാൻ പടച്ചോനെടുത്ത് മറുപടി പറയേണ്ടി വരും. നിന്റെ കട തച്ചു പൊളിച്ചാലേ എനിക്കത് മാത്രമല്ല, ഇസ്ലാമിൻ്റെ ഏറ്റവും കാതലായ വശം എന്താ അറിയോ? നീ ഇഷ്ടപ്പെടുന്നതെന്തും നിന്റെ സഹോദരൻ ഇഷ്ടപ്പെടുന്നവരെ നീ വിശ്വാസിയാവൂല എന്നാ. ഇൻ്റെ കട മുജാഹിദ് ബാലിശ്ശേരിക്ക് ഒരു കട ഉണ്ടെങ്കിൽ ആ കട തല്ലിപ്പൊളിക്കൽ എനിക്ക് ഇഷ്ടാവുമോ? എത്ര അധ്വാനിച്ചിട്ടായിരിക്കും ഒരു പീടിക തുടങ്ങിയിട്ടുണ്ടാവുക? എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും കടം വാങ്ങിയിട്ടൊരു പീടിക തുടങ്ങിയിട്ടുണ്ടാവുക? BJP ആയാലും ലീഗ് ആയാലും CPM ആയാലും കോൺഗ്രസ് ആയാലും മുജാഹിദ് ആയാലും സുന്നി ആയാലും. എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുവോ? ഉപജീവന മാർഗമായ കട തച്ചുപൊളിക്കലിന് ഇഷ്ടപ്പെടുവോ? ഒരു കാരണവുമില്ലാതെ തച്ചുപൊളിക്കലിന് ഇഷ്ടപ്പെടുവോ? ഇല്ല. ശരി, സമ്മതിച്ചല്ലോ, എല്ലാവരും സമ്മതിച്ചു. ശരി, ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്താ? എൻ്റെ കട മറ്റൊരു തല്ലി വിളിക്കണമെന്നാ? അല്ല, എൻ്റെ കട ആരും തല്ലിപ്പൊളിക്കരുത്. പിന്നെ എങ്ങനെയാണോ ഞാൻ BJP ആയിട്ട് അങ്ങോട്ട് അടിക്കുക, ഞാൻ ലീഗായിട്ട് അങ്ങോട്ട് അടിക്കുക? കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ? കോൺഗ്രസ്സുകാർ എൻ്റെ കട തല്ലിപ്പൊളിക്കരുത്. എടോ, നിനക്കുള്ള വേദന കോൺഗ്രസ്സുകാരനുണ്ട്, CPMകാരനുണ്ട്, ലീഗുകാരനുണ്ട്, പാവം പിടിച്ച പോലീസുകാർക്കുണ്ട്. സ്വന്തം മാതാപിതാക്കൾ അല്ലെ, ആ ഉമ്മ ആ അമ്മ പെട്ടി പ്രസവിച്ചവരാ കാക്കി ധരിച്ച പോലീസുകാർ രാവും പകലും ഓടുകയാണ്. വെള്ളം കുടിച്ചിട്ടുണ്ടോ, ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ നോക്ക്. അവർ പേര് പരാതി പറയാം. കുറ്റങ്ങൾ ഉണ്ടാവാം, കുറവുകൾ ഉണ്ടാവാം. ആർക്കല്ലാത്തത്? മതപണ്ഡിതന്മാർക്കില്ലേ, മന്ത്രിമാർക്കില്ലേ? ഇല്ലേ? ഞാൻ വീട് വിട്ടിറങ്ങും, എൻ്റെ അബ്ദുള്ള പറയും, ബാപ്പി വേം വരൂലേ? എൻ്റെ ഭാര്യ ചോദിക്കും, നിങ്ങൾ ഇന്ന സമയത്തിനുള്ളിൽ വരൂലേ? പോലീസുകാരോട് ആരും ചോദിക്കൂല, ഒരു കാട്ടുന്നിറങ്ങിയതാ. ഇതൊക്കെയാണല്ലോ ഇവിടെ നടന്നത്. ഇവിടെ എന്ത് സമാധാനം അവിടെ ഉണ്ടായത്? എന്ത് സമാധാനം അവിടെ ഉണ്ടായത്? എന്ത് ശാന്തിയുണ്ട്? ഇസ്ലാമിൻ്റെ പ്രത്യേകത എന്താ? ഒരു പ്രാർത്ഥന ഉണ്ട് ഒരു മുസ്ലിമിന്. എന്താ പ്രാർത്ഥന? പടച്ചോനെ, ഞാനൊരാളെ ഉപദ്രവിക്കുന്നതിൽ നിന്നും, ഒരാൾ എന്നെ ഉപദ്രവിക്കുന്നതിൽ നിന്നും അള്ളാഹുവേ നീ എന്നെ രക്ഷിക്കണേ. ലളിതമായൊരു ഉദാഹരണത്തിലൂടെ ഞാനത് പറയാം. ഞാൻ എൻ്റെ കാർ ഓടിച്ചു പോകുമ്പോൾ ഡിമ്മ് ചെയ്യാതെ ലൈറ്റ് കണ്ണിലേക്ക് ഷാർപ്പ് അടിച്ചാൽ അത് വരുന്ന കാറുകാരനോട് ഞാൻ ചെയ്യുന്ന ഉപദ്രവ. ഞാനത് താത്തി കൊടുത്ത ഓൻ എനിക്ക് താത്തി തരും. ഞാൻ ഓൻ ഉപദ്രവിക്കാതെ വരുമ്പോൾ എന്നെ ഉപദ്രവിക്കില്ല, ഞാൻ ഓൻ ഉപദ്രവിക്കുമ്പോൾ എന്നെ ഉപദ്രവിക്കും. അത്ര സൂക്ഷ്മമാണ് ഇസ്ലാം, അത്ര സൂക്ഷ്മമാണ് ഇസ്ലാം. എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഓരോ കടകൾ ഉണ്ടാക്കി, ഓരോ വീടുകൾ ഉണ്ടാക്കി, ഓരോ പാർട്ടി ഓഫീസുകൾ ഉണ്ടാക്കി, അടിച്ച് പൊളിക്കുക, തകർക്കുക, ട്രെയിനിന് തീയിടുക, ടയർ തീയിടുക. ആര് ആര് ഇമാമത്തുല്ലദാനി ത്വരീഖി സദഖ എന്ന ലോകഗുരു പറഞ്ഞത്. ലോകഗുരു മഹാനാണ്. ഞാൻ കണ്ണൂർ ടൗണിൽ നടത്തിയൊരു പ്രസംഗം നിങ്ങളൊക്കെ കേൾക്കണം. അത് ആധുനിക കേരളത്തിൻ്റെ പ്രശ്നത്തിന് മുഹമ്മദ് നബിയുടെ പരിഹാരം എന്നാണ് അതിൻ്റെ തലക്കെട്ട്. നടന്ന് കേട്ടുനോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാബ പുതുക്കി പണിയാൻ തീരുമാനിച്ചു. കാബ പുതുക്കി പണിയാൻ തീരുമാനിച്ചപ്പോൾ പുതുതായ വിശ്വാസികൾക്കും അവിടെ രണ്ട് ആളുകൾക്കും കാബ പുതുക്കി പണിത എന്തോ അപകടം സംഭവിക്കും എന്നുള്ള വിശ്വാസം. റസൂൽ എന്താ ചെയ്ത്? ജനങ്ങളുടെ മനസ്സെന്താന്ന് പരിശോധിച്ചു. ഇപ്പൊ കാബ പുതുക്കി പണിത അപകടമാണെന്ന് നബിക്ക് വിവരം കിട്ടി. ഭക്തജനങ്ങൾ ഇളകും എന്ന വിവരം. മുഹമ്മദ് നബി الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك. ആ തിരുദൂതര് കാബ പുതുക്കി പണിയുന്ന ഒഴിവാക്കി. തീർന്നില്ല. മുസ്ലിങ്ങൾക്ക് ഏറ്റവും ആദരിക്കപ്പെട്ട രണ്ട് പള്ളികൾ, ഒരു പള്ളിയാ മസ്ജിദ് നബവി. ആ മസ്ജിദ് നബവിയിൽ ഒരു വിവരദോഷി മൂത്രമൊഴിച്ചു.
ഇപ്പം നമ്മൾ പറഞ്ഞില്ല അശുദ്ധാക്കി ശബരിമല. ആ ഭക്തജനങ്ങൾ സ്വീകരിക്കേണ്ട ഒരു സമീപനത്തെ പറ്റി ഞാൻ എൻ്റെ ആഗ്രഹം പറയാ, വിമർശിക്കല്ല, ആഗ്രഹം പറയാ. മുഹമ്മദ് നബി മുസ്ലിങ്ങളെ ഏറ്റവും ആദരിക്കുന്ന മസ്ജിദ് നബവി, ആ മസ്ജിദ് നബവിയിൽ ഒരാൾ മൂത്രമൊഴിക്കണേ, ആ പള്ളി അശുദ്ധാക്കുക. വർഗീയ കലാപത്തിന് ഇനി വേറെ എവിടെയും പോണോ? മൂത്രമൊഴിച്ചു തുടങ്ങിയപ്പോൾ സഹാബത്ത് ആരടാ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് മൂത്ര സ്റ്റക്കായി പോയി. തിരുദൂതർ പറഞ്ഞു ഒഴിക്കട്ടെ. സാബത്തിനോട് അടങ്ങിക്ക്, മൂത്രം നല്ല കൂളായിട്ട് ഒഴിച്ചോട്ടെ. എവിടെ ഒഴിച്ചോട്ടെ എന്ന്? ടോയ്ലറ്റിലാ, യൂറോപ്യൻ ക്ലോസറ്റിലാ, മസ്ജിദ് നബവിന്റെ ഉള്ളില് മൂത്രമൊഴിച്ച് പൂർത്തിയാക്കിക്കോട്ടെ. മൂത്രമൊഴിച്ച് പൂർത്തിയാക്കിയപ്പോൾ റസൂലുള്ള സഹാബത്തിനോട് പറഞ്ഞു, കോപിച്ചോണ്ടൊന്നും കാര്യമില്ല, ഓൻ ഒഴിച്ച് കഴിഞ്ഞ് ഇനി പച്ചവെള്ളം ഒഴിച്ചാൽ കേൾക്കളാ, പച്ചവെള്ളം ഒഴിച്ചിട്ട് അത് കേൾക്കളാ. എന്നിട്ടോ ആ മൂത്രമൊഴിച്ച ആളോടോ, നമ്മുടെ നാട്ടിലാണ് മൂത്രമൊഴിച്ചെങ്കിൽ മൂത്രമൊഴിക്കാൻ പിന്നെ ചുക്കാമണി ഉണ്ടാവില്ല ഒരൊറ്റ ഉമ്മത്തിനും. ഞാൻ തുറന്നു പറയാ, അതല്ലേ വർഗീയവാദികളും ഭീകരവാദികളും അല്ലാതെ കേരളത്തിൽ മനുഷ്യന്മാരുണ്ട് എങ്ങനെമാരെ? അത് നമ്മൾ കണ്ടോ? ഇവിടുത്തെ തെരുവ് നായിക്കളെ പോലെ ഗുണ്ടായുസം കഴിച്ചിട്ട് എന്നിട്ട് പറയാ ഞങ്ങളൊക്കെ വലിയ ആദർശത്തിന്റെ ആളുകളാണ്. ഞാൻ തുറന്നു പറയണു, കേരള ജനത ഒന്നിക്കേണ്ട ഘട്ടമായത്. രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പടപ്പാട്ട് മുഴങ്ങുന്ന ഘട്ടം. ആരവിടെ വർഗീയവാദികൾ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. മഹാത്മാഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ വീട്ടിൽ എത്ര ദിവസോ? ഒരു ദിവസ, 2 ദിവസ, 3 ദിവസ, 6 മാസം മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ വീട്ടിൽ. ആരാ ചോറുണ്ടാക്കണത്? മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ 70 വയസ്സായ അമ്മ. എന്താണ് മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ അമ്മ. ഗാന്ധിജി അങ്ങോട്ട് വന്നു വീട്ടിലേക്ക് 6 മാസം. പിന്നെ അവിടുത്തെ സ്ഥിതി എന്താ അറിയുന്നത്? മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ വീട്ടിലേക്ക് ഗാന്ധിജി വന്നപ്പോൾ ഗാന്ധിജി കയറി ആ നിമിഷം മുതൽ ഇനി ഇറച്ചി വാങ്ങൂലാന്ന് തീരുമാനിച്ചു, ഇനി മീനും വാങ്ങൂലാന്ന് തീരുമാനിച്ചു. ആര്? മീനും ഇറച്ചിയും തിന്നുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹർ. അതിഥിയോടുള്ള ആദരവ് സൂചകമായി. ഗാന്ധിജിക്ക് അത് രണ്ടും വേണ്ട. അതുകൊണ്ട് ഗാന്ധിജിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. അതുകൊണ്ട് 6 മാസം ആ ഗാന്ധിജിയുടെ ഉമ്മാന്റെ ഭക്ഷണം, ആ മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ഭക്ഷണം കഴിച്ചാണ്. ഏത് മൗലാന? 1932 ഒട്ടമേശ സമ്മേളനത്തിൽ പോയി ജോർജ് ഐ വോണ്ട് ഫ്രീഡം ഓഫ് ഇന്ത്യ മൈ ഹാൻഡ്സ് എന്ന് ഗർജിച്ച് അവിടെ കിടന്ന് മരിച്ച് ഫലസ്തീനിന്റെ മണ്ണിൽ കൊണ്ടുപോയി കബറടക്കിയ മൗലാന മുഹമ്മദ് അലി ജൗഹർ ഗാന്ധിജി എന്ന രാമഭക്തനെ ഹരേ റാം എന്നുച്ചരിച്ച് രാമഭക്തനായി മരിച്ച, ആ ശിർക്ക് വിശ്വസിച്ച് മരിച്ച ഗാന്ധിജിയെ സ്വീകരിക്കാൻ മതേതര സിദ്ധാന്തം ഉൾക്കൊണ്ട മൗലാന മുഹമ്മദ് അലി ജൗഹറിന് ഈ രാജ്യത്തൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. രാമഭക്തനെ സ്വീകരിച്ച് അന്ന് ഇറച്ചിയും മീനും വേണ്ട എന്ന് പറയാൻ ആധുനിക മുസ്ലിമിന്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റിന് സാധിക്കോ? സെക്രട്ടറിക്ക് സാധിക്കോ? ആധുനിക ലോകം നമ്മളോട് ചോദിക്കണ ചോദ്യം അത്. മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ, ഞാൻ പറഞ്ഞു വെറുതല്ല. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പള്ളിയിൽ മൂത്രമൊഴിച്ചപ്പോൾ ആ അറാബിനെ അങ്ങോട്ട് വിളിച്ചു. സഹാബത്തിനോട് പറഞ്ഞു വെള്ളം ഒഴിച്ച് കഴുകാൻ. ആ അറാബിനെ വിളിച്ചിട്ട് നബി ഷോൾഡറിൽ കൈകണ്ടത്. അതെ ഇതൊരു ആരാധനാലയമാണ്. എന്ത് പണിയാ കാണിച്ച്? ഈ ആരാധനാലയത്തിൽ മൂത്രമൊഴിച്ചാൽ ആരാധനാലയം ഭക്തജനങ്ങളുടെ കേന്ദ്രമാണെന്നറിയില്ലേ? അവർ വികാരഭരിതരാവില്ലേ? അവർ വികാരഭരിതരായി ഇവിടെ പല കമ്മ്യൂണൽ റയോട്ട് നടക്കില്ലേ? ഇത് ദൈവത്തെ വാഴ്ത്തുന്ന സ്ഥലമല്ലേ? അവിടെ മൂത്രമൊഴിക്കാൻ പാടുണ്ടോ? മുള്ളാൻ പാടുണ്ടോ? ഇത് ഖുർആൻ വായിക്കുന്ന സ്ഥലമല്ലേ? ഇത് ദിക്ർ ചെല്ലുന്ന സ്ഥലമല്ലേ? അങ്ങനെ ചോദിക്കാമായിരുന്നില്ലേ കേരളത്തിലെ സർക്കാരിന്? ഭക്തജനങ്ങൾ പ്രകോപിതരാവും വേണ്ടാന്ന് പറയാമായിരുന്നില്ലേ? ഈ കലാപങ്ങളൊക്കെ ഒഴിവാക്കാമായിരുന്നില്ലേ? എന്നിട്ട് എന്തുണ്ടായി? ഈ അറാബുണ്ടല്ലോ, പള്ളിയിൽ മൂത്രമൊഴിച്ച മനുഷ്യൻ, നമ്മുടെ 2 സ്ത്രീകൾ പോയി അവിടെ കുത്തി നിറല്ലോ. കുത്തിയത് ശരിയോ കുത്തിയത് തെറ്റോ എന്നുള്ളതല്ല, കാല് കുത്തിയത് ശരിയോ തെറ്റല്ല നാം പറയുന്നത്, അതല്ല എൻ്റെ ചർച്ച. അവർക്ക് വിചാരിക്കാമായിരുന്നില്ലേ, ഞങ്ങൾ പോയാൽ അറിവില്ലാത്തവരും ഇവിടെ കലാപുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരും ഇതൊക്കെ ഉണ്ടാക്കും, അതുകൊണ്ട് ഈ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടാന്ന് അവർക്ക് വിചാരിക്കാമായിരുന്നില്ലേ? അതുകൊണ്ടല്ലേ തിരുദൂതർ ഈ മനുഷ്യനോട് ഏറ്റവും മാന്യമായി പെരുമാറിയപ്പോൾ ഈ മൂത്രമൊഴിച്ച അറാബി എന്താ പ്രാർത്ഥിക്കുന്നറിയോ? അല്ലാഹുവേ, എന്നോട് നല്ലോണം പെരുമാറിയ നബീനോട് കാരുണ്യം ചൊരിയണേ. എന്നോട് ആരടാ എന്തടാ എന്നൊക്കെ ചോദിച്ച് ഷൗട്ട് ചെയ്തില്ലേ, അവരോട് നീ കാരുണ്യം ചൊരിയരുതേ. ഇതാണ് പ്രവാചക തിരുമേനി. ഉംറ നിർവഹിക്കാൻ പ്രവാചകനും ഭക്തരും പോയില്ലേ? തടഞ്ഞില്ലേ? അവര് കലാപുണ്ടാവും എന്ന് പറഞ്ഞില്ലേ? മസ്ലഹത്തിന് വേണ്ടി വന്നതാണ്, മഫ്സദത്ത് പാടില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ മുസ്ലിഹാണ്, ഞാൻ മുഫ്സിദല്ലെന്ന് പറഞ്ഞില്ലേ? ഒരു നാട്ടിൽ കുഴപ്പമുണ്ടാക്കുക, നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുക, അതാണ് ഗുരുതരമെങ്കിൽ തൽക്കാലം നിയമങ്ങൾ പോലും മാറ്റിച്ചൂടെ? ഞാൻ എൻ്റെ ചിന്ത പറയാണ്. ഒരു നിയമം സുപ്രീം കോടതി പുറപ്പെടുവിച്ചു, സത്യമാണ്, നടപ്പാക്കേണ്ടതാണ്. നമ്മുടെ ഭരണാധികാരികൾക്ക് ഇങ്ങനെ പറയാമായിരുന്നില്ലേ? ആ നിയമം ഞങ്ങൾ മാനിക്കുന്നു,
ആദരിക്കുന്നു, നടപ്പാക്കാൻ കൊതിയുണ്ട്. പക്ഷെ നടപ്പാക്കേണ്ടത് കേരളത്തിലാണ്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഭക്തജനങ്ങളും ഇതിനോട് വിരോധം വെച്ച് പുലർത്തുന്നവരാണ്. ഇവിടെ സമാധാനക്കേടുണ്ടാകും. ഒരു വിഭാഗമാകട്ടെ ഇത് മുതലെടുത്ത് ആളിക്കത്തിച്ച് സുവർണാസരം എന്ന് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് പഠിക്കാനും ജനഹിതം പരിശോധിക്കാനും കുറച്ച് നീട്ടി അവസരം തരണം. കേരളത്തിൻ്റെ സൗഖ്യവും സമാധാനവും ഓർത്ത് എന്നെങ്കിലും അവർക്ക് പറയാമായിരുന്നില്ലേ? എങ്കിൽ പോലീസുകാരുടെ നെറ്റിപ്പൊട്ടുമായിരുന്നോ? നാറി നാറി പോലീസേ, നായിൻ്റെ മോനെ പോലീസേ, നാറി നാറി പിണറായി, നായിൻ്റെ മോനെ പിണറായി എന്ന് 15 വയസ്സുള്ള പെൺകുട്ടിയെ കൊണ്ട് വിളിപ്പിച്ചില്ലേ? പെണ്ണൊരുമ്പെട്ടാൽ പെണ്ണിറങ്ങിയിരിക്കുന്നു, ഒരുമ്പെട്ടിരിക്കുന്നു. 2 പെണ്ണുങ്ങൾ പോയി കലാപുണ്ടാക്കി. 2 പെണ്ണുങ്ങൾ ചാനലിലൂടെ കലാപുണ്ടാക്കാൻ പ്രസംഗിച്ചു. 2 പെണ്ണുങ്ങൾ ആ ലോകത്ത് കേരളത്തിൽ പ്രസംഗിക്കുന്നത്. 2 പെണ്ണുങ്ങൾ വർഗീയവാദം. കേന്ദ്രത്തിലും 2 പെണ്ണുങ്ങൾ. ഈ പെണ്ണുങ്ങളെ ഒരുമ്പെട്ടപ്പോൾ എന്തോ ഒരു കുഴപ്പം നമ്മുടെ നാടിനുണ്ട്. പെണ്ണിന് മേന്മ വേണ്ടെന്നോ, പെണ്ണിന് സ്വാതന്ത്ര്യം വേണ്ടെന്നോ, പെണ്ണ് പള്ളിയിൽ പോണ്ടെന്നോ, പള്ളി ആരാധനത്തിൽ പോണ്ടെന്നോ അല്ല ഈ പറയുന്നത്. പെണ്ണുങ്ങൾ കുഴപ്പക്കാരായി മാറുന്ന, പെണ്ണുങ്ങളുടെ ഡയലോഗ് തോന്നിയാസമാകുന്ന ഒരു കേരളം കാഞ്ഞങ്ങാടും കാസർഗോഡുമാണ് വിളിച്ചത്. ആ 16 വയസ്സുള്ള പെൺകുട്ടി, ആ പെൺകുട്ടിയാ കല്ലെറിഞ്ഞത്. ഈ പെൺകുട്ടി ആരാ പൊറ്റിയത്? മാതാപിതാക്കളായിരിക്കില്ലേ, ശാഖയിലായിരിക്കില്ലേ ആ പെണ്ണ് വളർന്നത്? അതാണോ കേരളം കൊതിക്കുന്നത്? അതാണോ കേരളം ആഗ്രഹിക്കുന്നത്? അൽഹംദുലില്ലാ, മുസ്ലിം ഉമ്മത്തിൽ അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടായില്ല. അൽഹംദുലില്ലാ, മുസ്ലിങ്ങളെ അങ്ങനെ 2 പെണ്ണുങ്ങൾ തീവ്രവാദം പ്രസംഗിക്കുന്നതില്ല. അൽഹംദുലില്ലാ, അതല്ലാ മതത്തിന്റെ പ്രത്യേകതയാണ്. വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. അതാണ് മുസ്ലിങ്ങളോട് പറയാൻ. നിങ്ങൾക്കറിയോ, സുഗതകുമാരി ടീച്ചർക്ക് അഭയം എന്ന് പറയുന്നൊരു കേന്ദ്രമുണ്ട്. അഭയം എന്ന് പറയുന്നൊരു കേന്ദ്രം മലപ്പുറം ജില്ലയിൽ നിന്ന് ഗർഭിണിയായ ആയിഷക്കുട്ടി, ആയിഷ മോള് തിരുവനന്തപുരത്തെത്തുക അർദ്ധരാത്രി ഒരു ഓട്ടോറിക്ഷയിൽ. അവൾ ഗർഭിണിയാണ്. മലപ്പുറം ജില്ലയിലെ ഒരു ഹിന്ദു പയ്യനുമായി അവൾക്ക് പ്രേമമായിരുന്നു. അവൻ അവളെ ഗർഭിണിയാക്കി. അവൻ ഓടിപ്പോയി. അവൾ ഒറ്റപ്പെട്ടു. വീട്ടിൽ നിന്ന് അവളെ പുറത്താക്കി. അഭയം എന്ന കേന്ദ്രത്തിൽ അഭയം തേടി. മുസ്ലിങ്ങൾ അവൾക്ക് അഭയം കൊടുക്കേണ്ടിയിരുന്നുവോ? ആലോചിക്കേണ്ടതാണ്. അവൾ അഭയം തേടി സുഗതകുമാരി ടീച്ചറുടെ അഭയയിലെത്തി. ഓട്ടോറിക്ഷക്കാർ അവൾ വന്നിറങ്ങിയപ്പോൾ അവളെ കണ്ണുകൾ കരഞ്ഞ് കലങ്ങി, മെലിഞ്ഞുണങ്ങി, പള്ള ഉന്തിയൊരു പെൺകുട്ടി. ഓരോ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു, മോള് കയറിക്കോ, ഞാൻ കൊണ്ടാക്കിത്തരാം. മനുഷ്യപ്പറ്റുള്ളവർ എല്ലാ കാലത്തും ഉണ്ട്, എല്ലാവരിലും ഉണ്ട്. അവർ കൊണ്ടുപോയി അഭയയുടെ ഡോറിൽ അവൾ മുട്ടി. സുഗതകുമാരി ടീച്ചർ വാതിൽ തുറന്നപ്പോൾ അവിടെ ബോധം കെട്ട് വീണു. ബ്ലീഡിംഗ് ഉണ്ടായി. അവൾക്ക് ഗർഭിണിയായിരുന്നു അവൾ. ബ്ലീഡിംഗ് ഉണ്ടായി. ആ ബ്ലീഡിംഗ് ഉണ്ടായപ്പോൾ ടീച്ചർ അവരെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ പറഞ്ഞു, കുട്ടി മരിച്ചു പോകും, ബ്ലഡ് വേണം. നെഗറ്റീവും കണ്ട രക്തമാണ് ആ കുട്ടിക്ക് വേണ്ടത്. ആ കുട്ടിക്ക് രക്തം വേണം. ഓടുകയാണ് പല ഭാഗത്തും. അപ്പോൾ ഓട്ടോ ഡ്രൈവർ വന്ന് പറഞ്ഞു, ടീച്ചറേ, ഒരു പള്ളിയിൽ അച്ഛന് ഈ ബ്ലഡ് ഉണ്ടെന്ന് എനിക്കറിയാം. ഒരു പള്ളിയിൽ അച്ഛന് ഈ ബ്ലഡ് ഉണ്ടെന്ന് എനിക്കറിയാം. ടീച്ചർ ഓടുകയാണ്. ആ പള്ളിയിൽ അച്ഛന്റെ ഗേറ്റിൽ പോയി മുട്ടി ഫാദറിനെ വിളിച്ചുറത്തി, അച്ഛോ ഒന്ന് എഴുന്നേക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ എഴുന്നേറ്റ് വന്നപ്പോൾ സുഗതകുമാരി ടീച്ചറാണ്. ടീച്ചറെ, ഈ നട്ടപ്പാതിര നേരത്ത് എന്തിനാ? നിങ്ങളുടെ ബ്ലഡ് വേണം, നിങ്ങളുടെ ചോര വേണം. എൻ്റെ ആയിഷ മോൾക്ക് നിങ്ങളുടെ ചോര വേണം എന്നാണ് സുഗതകുമാരി ടീച്ചർ പറയുന്നത്. ഹിന്ദുവായ സുഗതകുമാരി ടീച്ചർ പറയുന്നത്, എൻ്റെ മോൾ ആയിഷക്ക് നിങ്ങളുടെ ബ്ലഡ് വേണം, ക്രിസ്ത്യാനിയായ പള്ളിയിലച്ഛൻ്റെ ബ്ലഡ് വേണം. അച്ഛൻ്റെ മുഖം വിവരണമായി. അച്ഛൻ പറഞ്ഞു, 10 ദിവസം മുമ്പ് ഞാൻ കൊടുത്തുപോയി. ഇനി എൻ്റെ ബ്ലഡ് ഡോക്ടർമാരെടുക്കുമെന്ന് എനിക്കറിയില്ല. 3 മാസമെങ്കിലും ചുരുങ്ങിയത് വേണം. എങ്കിലും അച്ഛൻ പറഞ്ഞു, എൻ്റെ ആയിഷ മോള് രക്ഷപ്പെടുമെങ്കിൽ, ടീച്ചർ ആയിഷ മോള് രക്ഷപ്പെടുമെങ്കിൽ ഞാൻ വരാം. ഡോക്ടർമാരൊരു കാര്യമൊക്കെ പറഞ്ഞു, എടുക്കാം, കുഴപ്പമില്ല. പക്ഷേ അതിശക്തമായ ക്ഷീണം ഫാദറെ കുറച്ച് ദിവസങ്ങൾക്ക് ഉണ്ടാവും. ഫാദർ ചോദിക്കാൻ, അത്രേ ക്ഷീണം അല്ലേ ഉണ്ടാവുള്ളൂ, മരിച്ചു പോകില്ലല്ലോ. എൻ്റെ ആയിഷ മോള് മരിക്കില്ലല്ലോ, അവിടെ രക്ഷപ്പെടുമല്ലോ. പള്ളിയിൽ അച്ഛൻ്റെ ബ്ലഡ് എടുത്തു, ആയിഷ മോളുടെ ശരീരത്തിലൂടെ കയറ്റിവിട്ടു. ആയിഷ മോള് പ്രസവിച്ചു. 2 കുട്ടികൾ മരിച്ചുപോയി. ആയിഷ അബോധാവസ്ഥയിലായി. കണ്ണിൽ എണ്ണ ഒഴിച്ച് സുഗതകുമാരി ടീച്ചർ ഇരുന്നു. ആ ബെഡിന്റെ തലപ്പത്ത് സുഗതകുമാരി ടീച്ചർ ഇരുന്നു. അവളുടെ കണ്ണ് പയ്യെ പയ്യെ ചലിക്കാൻ തുടങ്ങി. അവളുടെ കൃഷ്ണമണികൾ തുറക്കാൻ തുടങ്ങി. അവളുടെ കണ്ണ് തുറന്ന് ആദ്യം കാണുന്ന മുഖം ജന്മം നൽകിയ ഉമ്മയുടെ മുഖമല്ല, സംരക്ഷിച്ച അമ്മയായ സുഗതകുമാരി ടീച്ചറുടെ. അതാണ് കേരളം. ഓടുന്ന ബ്ലഡ് ക്രിസ്ത്യാനിയുടേത്, രക്ഷപ്പെടുത്തിയത് ഹിന്ദു, രക്ഷപ്പെട്ടത് മുസ്ലിം. അതാണ് ഇന്ത്യ. മേനോന്റെ വീട്ടിൽ അഭയം പേടിയ KM മൗലവിക്ക് അഭയം കൊടുത്ത നാട്. മൗലാന മുഹമ്മദ് അലി ജൗഹറും മൗലാന അബുൽ കലാം ആസാദും ഖാൻ അബ്ദുൽ ഗഫാർ ഖാനും വല്ലഭായി പട്ടേലും ഗാന്ധിജിയും തോളോട് തോള് ചേർന്ന ഇന്ത്യ. തമ്മിൽ തല്ലാനല്ല, തെരുവിലടിക്കാനല്ല, കൊല്ലാനല്ല,
ബോംബിടാനല്ല. സൗഹൃദത്തിന്റെ മേച്ചിൽപ്പുറങ്ങൾ തേടി സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം. സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ. സ്നേഹിക്ക ഉണ്ണി, നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നരകവും സ്വർഗവുമുണ്ട്. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തണം. ഖുർആനിൻ്റെ 2000 വചനം അതാണ്. ഒരു പ്രസംഗത്തിലൂടെ ഇതെല്ലാം പറയാൻ കഴിയില്ലെന്ന് നിങ്ങൾക്കറിയാം. ഖുർആനിലെ 2000 വചനം സ്വർഗ നരകങ്ങളെക്കുറിച്ചാണ്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിലെത്താനും വേണം നമ്മുടെ പരിശ്രമം. ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല. ഒരിക്കലും വേദനിക്കരുത് ആഖിറത്തിൽ, ഒരിക്കലും ദുഃഖിക്കരുത് ആഖിറത്തിൽ. ദയവ് ചെയ്ത് എൻ്റെ പ്രസംഗം കേൾക്കുന്ന നിങ്ങളോട് അള്ളാൻ്റെ ഖുർആൻ ഒന്ന് വായിച്ചുകൂടെ? പ്രവാചകൻ്റെ വചനം ഒന്ന് വായിച്ചുകൂടെ? മനുഷ്യരെ പരസ്പരം സ്നേഹിക്കാൻ നമുക്ക് പഠിച്ചുകൂടെ? ആദർശം എന്തുമാകട്ടെ. മഹാത്മാഗാന്ധിയുടെ ആദർശം രാമഭക്തിയായിരുന്നു. മൗലാന മുഹമ്മദ് അലി ജോഹറിൻ്റെ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹയായിരുന്നു. എന്നിട്ടും അവരൊന്നിച്ചില്ലേ? ആദർശം കളഞ്ഞു കുളിച്ചില്ല ആരും. മതലേനമുണ്ടായില്ല, മനുഷ്യ മൈത്രി ഉണ്ടായി. അത് ഇനിയും നമുക്ക് ആയിക്കൂടെ? അതല്ലേ നമ്മൾ കൊതിക്കുന്നത്? അതല്ലേ നമ്മുടെ കേരളം? അതല്ലേ നമ്മുടെ കേരളം ആകേണ്ടത്? ഒരു സ്റ്റേറ്റ് പോയപ്പോൾ തടയപ്പെട്ടില്ലേ നമ്മുടെ നേതാവിനെ? ഈ രാജ്യം, ഈ സ്റ്റേറ്റ് ഭരിക്കുന്നേ. അന്ന് അദ്ദേഹം പറഞ്ഞ എന്താ? അവിടെ കലാപം ഉണ്ടാവും. ശരി, ഇന്നും ഇവിടെ പലതും ചെയ്ത കലാപം ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് എന്തിന് നമ്മൾ അതിന് നിൽക്കണം? നമുക്കൊന്ന് സാവകാശം എടുത്തുകൂടെ? ഒന്ന് ക്ഷമിച്ചുകൂടെ? ഇപ്പം തന്നെ ഒറ്റ ദിവസം കൊണ്ട് പൂർണ്ണ നവോത്ഥാനം ഉണ്ടാക്കാമെന്ന് നമ്മൾ വിചാരിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സ് പഠിച്ചാണോ? കള്ളുകൂടി പോലും ഇസ്ലാം സ്റ്റെപ്പായിട്ടാണ് നിർത്തിയത്. എന്താ അവർക്ക് ഒഴിവാക്കാൻ കഴിയില്ല? വ്യഭിചാരം ഒഴിവാക്കാൻ കഴിയില്ല. സ്റ്റെപ്പായിട്ട് അവരെ പഠിപ്പിച്ച് നന്മയുടെ ലോകത്ത് കൊണ്ടുവന്ന് അവരുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് അവരുടെ മനസ്സിൽ ചേർന്ന പാപക്കറകൾ കഴുകിക്കളഞ്ഞ് അവരെ ശുദ്ധിയാക്കി പടച്ചോനിലേക്ക് അവരെ തിരിച്ചു വിളിച്ച് അല്ലണ്ടെന്നവരെ പഠിപ്പിച്ച് ആഖിറമുണ്ടെന്ന് പഠിപ്പിച്ച് ജീവിതത്തിൽ ലക്ഷ്യമുണ്ടെന്ന് പഠിപ്പിച്ച് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്ന തത്വം അവരെ പഠിപ്പിച്ച് അവരെ നന്നാക്കിയെടുത്തൂടെ? എല്ലാവരുടെ മനസ്സിലുണ്ട് നന്മ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പടച്ചതമ്പുരാൻ നമുക്കൊക്കെ നന്മ നൽകുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിലും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ മാശറയിൽ എരിപുരി കൊള്ളുന്ന വെയിലത്ത് അർശൻ്റെ തണം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിലേക്കുള്ളൊരു മടക്കം, വായും വെള്ളവും നൽകിയ പടച്ചോനിലേക്കുള്ളൊരു മടക്കം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് കൂടുതൽ തവക്കുൽ നൽകുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദത്തിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദത്തിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ മാശറയിൽ എരിപുരി കൊള്ളുന്ന വെയിലത്ത് അർശൻ്റെ തണം നൽകി അള്ളാഹു എല്ലാവർക്കും സൗഖ്യം നൽകുമാറാകട്ടെ. കേരളത്തിൻ്റെ ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ ഈ കലാപകാരികളിൽ നിന്ന് അള്ളാഹു കേരളത്തിന് സൗഖ്യം നൽകുമാറാകട്ടെ. രാഷ്ട്രീയമായ കൃത്രിമത്വം നിറഞ്ഞു നിൽക്കുന്ന അജണ്ടകളെ പൊളിച്ചു മാറ്റാൻ ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് സാധിക്കുമാറാകട്ടെ. 2019 വോട്ട് ബാങ്ക് നോക്കിയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ ഇൻഷാ അല്ലാഹ് സമ്മതിദാനാവകാശത്തിൻ്റെ വക്താക്കൾ നിങ്ങൾക്ക് തരും പുതിയ സമ്മാനങ്ങൾ. ജനാധിപത്യ പ്രക്രിയ അനുസരിച്ച് ഓൺ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ എന്ന തത്വം അനുസരിച്ച്, അബ്രഹാം ലിങ്കൻ്റെ തിയറി അനുസരിച്ച് നിങ്ങൾക്ക് തരേണ്ടത് തരും. അതിനുള്ള ബോധം കേരള ജനതക്കുണ്ട് എന്നുകൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ കേട്ട് നിങ്ങൾക്കെല്ലാം അഗൈതവുമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.